ബാലകൃഷ്ണന്റെ മകൻ കേസിൽ പെട്ട് കഴിഞ്ഞപ്പോൾ എടുത്ത നിലപാട് ഇതായിരുന്നില്ലല്ലോ പാർട്ടി. ഇപ്പൊ എന്താ ഇരട്ടത്താപ്പ്? കോടിയേരി ബാലകൃഷ്ണനോടും പിണറായി വിജയനോടും ഇരട്ടത്താപ്പ് എന്തിനാണ് CPM-ന്? പിണറായി വിജയൻ അധികാരത്തിലിരിക്കുന്നത് വേണം പവർഫുൾ, പാർട്ടിയിൽ പവർഫുൾ ആയതുകൊണ്ടാണോ? അദ്ദേഹത്തെ ഭയന്നാണോ? കൂടെയുള്ള ആളുകൾ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ആണോ? അതാണ് ചോദ്യം. അതിലേക്ക് ഉത്തരം പറയണം CPM. SFIO ഇങ്ങനെയൊരു നാടകം നടത്തിയതിന്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണ്. ഒരു നിയമപരമായിട്ടുള്ള നിലപാടുമല്ല. ഗവൺമെന്റോ മുഖ്യമന്ത്രിയോ രണ്ട് കമ്പനികൾ തമ്മിലുണ്ടാക്കിയിട്ടുള്ള കരാറുമായിട്ട് ബന്ധപ്പെട്ട് വഴിവിട്ട ഒരു സഹായവും നൽകിയിട്ടില്ല. പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നേതൃത്വ ശക്തിയായി പ്രവർത്തിക്കുന്ന CPIM-നെ കളങ്കപ്പെടുത്തുന്നതിന് മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്ത് രാഷ്ട്രീയ ശക്തിയായ കടന്നാക്രമണം നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം മാത്രമാണ്. ഒരു അഴിമതിന്റെ രാഷ്ട്രീയം നമ്മൾ കാണുന്നുണ്ട്. പിണറായി വിജയൻ ഇന്ന് രാജിവെക്കണം. ഇതിൽ ഒറ്റ ഡിലേ ഉണ്ടാവാൻ പാടില്ല. ഇതിൽ ഒരു നല്ല ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. പിണറായി വിജയൻ ഇന്ന് രാജിവെക്കണം. ഇത് അഴിമതി, ഭയങ്കര ഒരു സീരിയസ് അഴിമതിന്റെ കേസാണ്. അപ്പോൾ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ആവുന്നവരെ പിണറായി വിജയൻ രാജിവെക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. CMRL നിന്ന് നൽകാത്ത സേവനത്തിന് കോടികൾ വാങ്ങിയതിന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ SFIO കോടതിയിൽ കുറ്റപത്രം നൽകി. ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയതിനേക്കാൾ കൂടുതൽ തുകയുടെ സാമ്പത്തിക ക്രമക്കേട് 2.7 കോടി. സ്വന്തമായും സ്വന്തം കമ്പനിയായ എക്സാലോജിക്കിന്റെ പേരിലും 5 ലക്ഷവും 3 ലക്ഷവും വീതം 3 വർഷം വാങ്ങിയത് മാസപ്പടിയല്ലെങ്കിൽ പിന്നെ എന്താണ്? കേവലം രാഷ്ട്രീയ പകപോക്കൽ എന്ന് പറഞ്ഞ് എങ്ങനെ തള്ളാനാവും? ക്രമരഹിത സഹായം കിട്ടാൻ CMRL കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾക്ക് നൽകിയ പണത്തിന് മുഖ്യമന്ത്രിക്കും ഉത്തരവാദിത്തമില്ലേ? എന്തിനും ഏതിനും ധാർമ്മികത പറയുന്ന മുഖ്യമന്ത്രിക്ക് ഈ കൈകൾ ശുദ്ധമാണെന്ന് 2 കൈയും ഉയർത്തി ഇനി എങ്ങനെ പറയാനാകും? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പ്രൈം ഡിബേറ്റിൽ ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഡോക്ടർ B ജയരാജ്, വസന്ത് തെങ്ങുംപള്ളി, ശ്രീ MK ഹരിദാസ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ ശ്രീജിത്ത് പണിക്കർ, പ്രതീക്ഷിച്ചതുപോലെ തന്നെ CPM-ൽ നിന്ന് ന്യായീകരണം എത്തിക്കഴിഞ്ഞു. രാഷ്ട്രീയ പകപോക്കൽ. പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു കുറ്റപത്രം നൽകിയത് പിണറായി വിജയനെ കളങ്കപ്പെടുത്താനാണ്, പാർട്ടിയെ മോശമാക്കി ചിത്രീകരിക്കാനാണ് എന്ന്. പക്ഷേ ഇപ്പോൾ ഈ പാർട്ടി കോൺഗ്രസ് ചേരുന്നതിന് മുൻപ് തന്നെ ഈ കുറ്റപത്രം തയ്യാറായതാണ്. അത് ഡൽഹി ഹൈക്കോടതിയിലെ ചില സാങ്കേതിക നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് നീണ്ടുപോയത്. ആ സ്റ്റേ വെക്കേറ്റ് ചെയ്തതോടുകൂടി കുറ്റപത്രം നൽകി എന്നുള്ള സാധാരണ പ്രക്രിയയാണ് നടന്നത്. അല്ലാതെ പാർട്ടി കോൺഗ്രസുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഇതിനെ എങ്ങനെ രാഷ്ട്രീയ പ്രേരിതമെന്ന് വിശദീകരിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഇത് ആദ്യഘട്ടം മുതൽ ശ്രീ മഞ്ജുഷ് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ CPM എല്ലായ്പ്പോഴും ഇതിനെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നും ഇതിൽ കേസിന് ആസ്പദമായിട്ടുള്ള ഒരു വിഷയത്തിൽ അങ്ങനെ ഒരു കേസ് ഉണ്ടാകാനുള്ള യാതൊരു വിധത്തിലുള്ള സാഹചര്യവുമില്ല എന്നുമാണ് ആദ്യം മുതൽ തന്നെ CPM പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഇതിന്റെ വാർത്ത പുറത്തു വരുന്ന സമയത്ത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് ഒരു വിശദീകരണം ഇറക്കുന്നത്. ആ സമയത്ത് അതിൽ പറയുന്നുണ്ടായിരുന്നു 2 കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായിട്ടുള്ള കോൺട്രാക്ച്വൽ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്, അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല എന്ന്. പിന്നീട് ശ്രീ MV ഗോവിന്ദൻ അതേ വാദങ്ങൾ തന്നെ ആവർത്തിക്കുന്നത് നമ്മൾ കേട്ടു. അതുകൂടാതെ നിരവധിയായിട്ടുള്ള വാദഗതികൾ നമ്മൾ കേട്ടിരുന്നു. ഉദാഹരണത്തിന് ഈ സുതാര്യതയെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞിരുന്നു സാമ്പത്തിക ഇടപാട് മുഴുവനും ബാങ്ക് ട്രാൻസാക്ഷൻ ആണ്, അല്ലാതെ ഇത് കള്ളപ്പണമല്ല എന്ന് പറഞ്ഞിരുന്നു. ഇതിന് വേണ്ടുന്ന രീതിയിലേക്കുള്ള ടാക്സ്, GST ഇതൊക്കെ തന്നെ അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. കൃത്യമായി പ്രോപ്പർ ചാനലിൽ കൂടി നടത്തിയിരിക്കുന്ന സുതാര്യമായിട്ടുള്ള സാമ്പത്തിക ഇടപാടാണ് എന്ന് പറഞ്ഞിരുന്നു. ഈ 2 കമ്പനികൾക്കും പരാതിയില്ല എങ്കിൽ പിന്നെ മറ്റുള്ള ആൾക്കാർക്ക് എന്തിനാണ് പരാതി എന്ന് പറഞ്ഞിരുന്നു. വീണ വിജയന്റെ ഭാഗം കേട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. ഇത് മുഖ്യമന്ത്രി തന്നെ സഭയ്ക്കുള്ളിൽ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ വീണയുടെ അമ്മ അവരുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് കൊണ്ടാണ് ഈ കമ്പനി തുടങ്ങാനായിട്ടുള്ള എല്ലാ മാർഗങ്ങളും കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അവസാനം അത് കോടതികളിലേക്ക് പോയിരുന്ന സമയത്ത് വിജിലൻസ് കോടതി അതിനെ നിരാകരിക്കുന്ന സമയത്ത് ഒരു വിജിലൻസ് അന്വേഷണം ഉണ്ടാകേണ്ടതില്ല
എന്ന് പറഞ്ഞിരുന്ന സമയത്ത് അതിനെ ആക്രോശിച്ചിരുന്നു. പിന്നീട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കേരള ഹൈക്കോടതി ഈ വിജിലൻസ് കോടതിയുടെ തീരുമാനത്തിന് മുകളിലുള്ള ഒരു അപ്പീൽ എന്ന നിലയ്ക്ക് അഴിമതി നിരോധന നിയമം നിലനിൽക്കേണ്ടതില്ല എന്ന് കണ്ടുകൊണ്ട് വീണ്ടും വിജിലൻസ് അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞിരുന്ന വിജിലൻസ് കോടതിയുടെ ആ ഒരു നടപടി ശരിയാണ് എന്ന അർത്ഥത്തിൽ ഒരു കണ്ടെത്തൽ നടത്തി. അതൊരു തുരുപ്പുചീട്ടായിട്ട് ഇപ്പോൾ എടുത്തിരിക്കുകയാണ് കേട്ടോ. ആ സംഭവം ഇപ്പോൾ പല കോടതികൾ പോലും തള്ളിക്കളഞ്ഞതാണല്ലോ എന്ന് പറയുന്നത് വിജിലൻസ് അന്വേഷണത്തെ കുറിച്ചാണ്. വിജിലൻസ് അന്വേഷണം നടന്നിട്ടും ഈ കേസിൽ വലിയ കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷേ അതൊരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് മാത്രം കോൺഗ്രസ് അതിനുവേണ്ടി ശ്രമിച്ചതാണ് എന്ന് മനസ്സിലാക്കാം. പക്ഷേ അതിൽ അന്വേഷണം വേണ്ടത് സ്വാഭാവികമായിട്ടും SFIO പോലെയുള്ള ഏജൻസികളുടെ, അത് കമ്പനി ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഒരു സീരിയസ് ഫ്രോഡ് കൂടിയാണല്ലോ. അതിനാൽ അത്തരമൊരു അന്വേഷണമാണ് വേണ്ടത്. ആ അന്വേഷണം നടന്നു വരികയായിരുന്നു. അതിനെ തുരങ്കം വെക്കുന്നതിന് വേണ്ടി CMRL പല വഴികളും നോക്കി. എക്സാലോജിക്ക്, വീണ, ഇവരെല്ലാം അവരുടേതായ രീതിയിൽ കർണാടക ഹൈക്കോടതി മുതൽ ഈ പ്രയത്നം തുടർന്നു വന്നതാണ്. പക്ഷേ അതല്ലായിരുന്നു നോക്കേണ്ടത്. ഇവിടെ CPM പ്രതിരോധം തീർക്കുന്നത് വിജിലൻസ് അന്വേഷണത്തെ ചോദ്യം ചെയ്ത് വിജിലൻസ് കോടതിയും അതുപോലെ തന്നെ ഹൈക്കോടതിയും ഇതിൽ ഇടപെട്ട് ഇവിടെ എതിരായിട്ടൊന്നും വിധിച്ചിട്ടില്ലല്ലോ എന്നാണ്. പക്ഷേ അവിടെ കർണാടക ഹൈക്കോടതിയുടെ വിധി മൂടിവെക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ SFIO അന്വേഷണം നടക്കട്ടെ എന്നുള്ള ഉത്തരവുകൾ മൂടിവെക്കുകയാണ് ചെയ്യുന്നത്. അല്ല, ആ ഉത്തരവുകൾ മാത്രമല്ല മഞ്ജുഷ്, നമ്മൾ ആദ്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലുണ്ടായിരുന്ന ആദ്യത്തേത് ഒരു കണ്ടെത്തൽ, ഒരു ഫൈൻഡിങ്ങും ഒരു ഓർഡറുമായിരുന്നു. അത് വന്നിരുന്നത് ഇൻകം ടാക്സിന്റെ ഡിപ്പാർട്ട്മെന്റാണ്. ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയായിരുന്നു, അവരുടെ ഓർഡർ ആയിരുന്നു. അതല്ലാതെ ഇപ്പോഴും CPMന്റെ നേതാക്കന്മാർ പറയുന്നത് പോലെ അത് അവരുടെ ഒരു ആരോപണമായിരുന്നില്ല, മറിച്ച് അവരുടെ കണ്ടെത്തലാണ്. അവരെ മതിയായ പരിശോധനകൾ നടത്തിയതാണ്. ഈ പരിശോധനകൾ ഒന്നും തന്നെ രാഷ്ട്രീയ പ്രേരിതമല്ല എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം, ഇതിലൊരു എക്സംഷൻ വേണം, ഈ ടാക്സിന്റെ പരിധിയിലേക്ക് ഇതിന് എക്സംഷൻ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ തന്നെയാണ്, ഈ കമ്പനി തന്നെയാണ് ഇൻകം ടാക്സിനെ ഡിപ്പാർട്ട്മെന്റിനെ സമീപിച്ചത്. അതിന് പുറത്താണ് ഇത് പണത്തിന്റെ സോഴ്സും കാര്യങ്ങളും എല്ലാം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവർ പോയതും ഇവിടെ യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ കൊടുത്തിരിക്കുന്ന പണം കമ്പനിയുടെ ദൈനംദിന ചെലവുമായിട്ട് കരുതാൻ കഴിയില്ല എന്ന്, അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള മറ്റ് ടാക്സ് ഒക്കെ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്ന കണ്ടെത്തൽ. അപ്പൊ ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കണ്ടെത്തലായിരുന്നു. അതിനെ ഇന്നും ആരോപണമെന്ന് പറയുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ട്, രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കണ്ടെത്തലുണ്ട്, കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ കണ്ടെത്തലുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ SFIOയുടെ കുറ്റപത്രം കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ പാരലായിട്ട് കേരളത്തിന് പുറത്തുള്ള സംവിധാനങ്ങളെല്ലാം എങ്ങനെയാണ് പ്രവർത്തിച്ചത്? ഒരേപോലെ തന്നെയാണ്. കേരളത്തിലുള്ള സംവിധാനത്തിൽ മാത്രമാണ് നമ്മൾ ഈ പറയുന്നത് പോലെ ഇവിടെ വിവിധ കോടതികൾ ഇന്ന രീതിയിൽ കണ്ടെത്തി, മറ്റു രീതിയിൽ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് CPMന്റെ പല ആൾക്കാരും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇതിന്റെ വസ്തുതകൾ എന്താണ് എന്നുള്ളത് മാത്രമാണ് നമ്മൾ അറിയേണ്ടത്. ഒരൊറ്റ ചോദ്യമാണ് ഈ പറയുന്ന CPMകാരോട് ചോദിക്കാനുള്ളത്. വീണയ്ക്ക് യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ ഈ കമ്പനിക്ക് പണം നൽകേണ്ടുന്ന കാര്യം എന്താണ്? കർത്ത എന്തിനാണ് ആ രീതിയിലത്തേക്ക് പണം കൊടുക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അവിടെ മുഖ്യമന്ത്രിയുടെ ബന്ധുത്വമാണ് എന്നുള്ളത് നേരത്തെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ ഇനീഷ്യലുമായി ബന്ധപ്പെട്ട ഈ തുണ്ടുകടലാസിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നതനുസരിച്ച് അദ്ദേഹത്തിനും പണം കൊടുത്തിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞതാണ്. അത് ഈ അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ ഇതിനെ സ്ഥിരീകരിച്ചതാണ്. ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്ന സമയത്ത് മുഖ്യമന്ത്രി നേരിട്ടും അദ്ദേഹത്തിന്റെ മകളുടെ പേരിൽ ഉണ്ടായിരിക്കുന്ന ട്രാൻസാക്ഷനെയും വിശദീകരിക്കേണ്ടുന്ന കാര്യമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് 1,70,00,000 രൂപയായിരുന്നെങ്കിൽ ഇന്നത് 2,70,00,000 രൂപയാകുമ്പോൾ ഈ അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്ന പണം അതെവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഈ കർത്ത തന്നെ അദ്ദേഹത്തിന്റെ തന്നെ നേതൃത്വത്തിലുള്ള മറ്റൊരു കമ്പനി, അതാണിപ്പോൾ ഈ സഹോദര സ്ഥാപനം എന്നൊക്കെ പറയുന്നത്, ആ കമ്പനിയിൽ നിന്ന് മുതലും കൊടുക്കണ്ട പലിശയും കൊടുക്കണ്ട എന്ന കണ്ടീഷനിലാണോ ഈ പണം വീണയ്ക്ക് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാര്യ അവരുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എടുത്ത് മകൾക്ക് കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ കർത്ത എന്തിനാണ് സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പണം എടുത്തിട്ട് മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊടുക്കുന്നത്? കാരണം ആ കമ്പനിക്ക് സർക്കാരിൽ നിന്ന് സഹായം കിട്ടേണ്ടതാണ്. കാരണം അവരുടെ അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് ഇൽമനേറ്റ് ആണല്ലോ. അത് കിട്ടുന്നതിന് വേണ്ടി വളരെയധികം പ്രയത്നം വേണ്ടി വരും. അതിന് വളരെയധികം നിയമ തടസ്സങ്ങളുണ്ട്. അത് മറികടക്കണം. ഇതൊക്കെ സർക്കാരിൽ നിന്നൊരു സഹായം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും പണം കൊടുത്തിരുന്നത്. അത് അവർ ഡിഫെൻഡ് ചെയ്യുന്നത് ഈ പറയുന്നത് പോലെ അത് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് വാങ്ങിയതാണ് എന്ന് പറഞ്ഞാണ്. പക്ഷേ ഇവിടെ ചെയ്യാത്ത സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും ഓരോ മാസവും 3 ലക്ഷം വീതം എക്സാലോജിക്കിന്, 5 ലക്ഷം വീതം വീണ വിജയന് കൊടുക്കുകയാണ്. അത് ത്രൂ അക്കൗണ്ട് വഴി തന്നെ കൊടുക്കുകയാണ്. ഇതാണ് സഹായം കിട്ടുന്നതിന് വേണ്ടിയും മുഖ്യമന്ത്രിയുടെ ബന്ധുത്വം ഉപയോഗിച്ചുകൊണ്ട്
അവിടെ ഈ കമ്പനിക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയും ചെയ്തു എന്നുള്ളതാണ്. അത് വ്യക്തമായ ഒരു കാര്യമാണ്. അത് ആദായനികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ആദ്യം കണ്ടെത്തുന്നു, അതിനുശേഷം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കണ്ടെത്തുന്നു, അതിന് പിന്നാലെ ഇപ്പോൾ SFIOയും കണ്ടെത്തിയിരിക്കുന്നു. എന്നിട്ടും രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയുകയാണ്. പക്ഷേ ശ്രീ MK ഹരിദാസ്, കേന്ദ്ര ഏജൻസികൾ എപ്പോൾ കേരളത്തിൽ വന്ന് അന്വേഷണം നടത്തിയാലും അത് പാതി വഴിക്ക് മുടങ്ങാറുള്ളതാണ്. SFIOയുടെ കാര്യത്തിലും ഇവിടെ വരെ എത്തുമെന്ന് താങ്കൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാകാൻ വഴിയില്ല. ഇതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമോ? കോടതി വരെ എത്തിയത് കൊണ്ട് ഇനി പ്രോസിക്യൂഷനാണ് സ്വാഭാവികമായിട്ടും. അവിടെ വേണമെങ്കിൽ ഈ 447 വകുപ്പാണ് ഇട്ടിരിക്കുന്നത് കമ്പനി ആക്ട് പ്രകാരം. അത് അറസ്റ്റിലേക്ക് പോകാം. ജാമ്യമില്ലാ വകുപ്പാണ്. ഇതൊക്കെ ഇതിനു മുൻപ് സംഭവിച്ചിട്ടുള്ളതാണ് മറ്റ് കേസുകളിൽ ഈ കമ്പനീസ് ആക്ട് അനുസരിച്ച്. അപ്പോൾ വേണമെങ്കിൽ അറസ്റ്റിലേക്ക് പോലും നീങ്ങാവുന്നതാണ്. താങ്കൾ പക്ഷേ അങ്ങനെ SFIOയിൽ നിന്ന് അടുത്ത നടപടി പ്രതീക്ഷിക്കുന്നുണ്ടോ ഉടൻ തന്നെ? നോക്കൂ, ഈ മുതലക്കുട്ടികളെ ആരും നീന്തം പഠിപ്പിക്കാറില്ല. അവ സ്വയം വെള്ളത്തിലേക്ക് ജനിച്ചു വീഴുന്നു, അവ വെള്ളത്തിൽ നിന്ന് നീന്തി കയറാൻ പഠിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കിയിട്ട്, അതും ബാംഗ്ലൂരിൽ പോയിട്ട് ഉണ്ടാക്കിയിട്ട്, അത് അമ്മയുടെ എന്താ പറയണ്ടത് പെൻഷൻ പണം കൊണ്ട് ഉണ്ടാക്കിയ ഒരു മകള് ഇത്തരത്തിലുള്ള പുറം വഴിക്കുള്ള പണം അവിടെ വരാനും അതിനെ കൃത്യമായിട്ട് എത്തിക്കേണ്ടിടത്ത് എത്തിക്കാനും വേണ്ടിയിട്ടുള്ള ആരംഭിച്ച ഒരു കടലാസ് കമ്പനിയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ഇന്നും അന്വേഷണം തുടരുകയാണ്. ആ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു 4-5 ആൾക്കാരെ കണ്ടു കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവരുടെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം ഇവര് 10-90 ലക്ഷം രൂപയൊക്കെ ഈ കുറച്ച് ഒരു കാലാവധിയിൽ ഇവർ ശമ്പളം കൊടുത്തതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ആരെയും ഇതുവരേക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് കർണാടക ഹൈക്കോടതിയുടെ വിധി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. ഈ കമ്പനിയുടെ അഡ്രസ് എവിടെയായിരുന്നു എന്നുള്ള കാര്യം അന്വേഷിച്ച് ചെന്നപ്പോൾ അത് AKG സെന്റർ ആയിരുന്നു എന്നുള്ള കാര്യം വരുന്നു. അതിനു മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പരാതി ഈ കമ്പനിക്കെതിരെ വന്നിട്ടുണ്ട് എന്നത് കണ്ടെത്തുന്നു. എക്സാലോജിക് പിന്നീട് നിർത്തുകയായിരുന്നു. അതെ, ഈ AKG സെന്റർ ആണ് ഇതിന്റെ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളിപ്പോൾ ഈ മഞ്ജുഷിന്റെ ഇൻട്രോയിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. പല വിധത്തിലുള്ള ന്യായീകരണങ്ങൾ നിരത്തിയിട്ട് CPM നേതാക്കൾ ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു അന്വേഷണവും ഒരു കുറ്റപത്ര സമർപ്പിക്കലുമാണ് ഇപ്പോൾ ഈ നടന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമാണ്. AKG സെന്ററിന്റെ അഡ്രസ്സ് കൊടുത്തിട്ട് എത്ര സഖാക്കൾക്ക് അല്ലെങ്കിൽ എത്ര സഖാത്തികൾക്ക് അവിടെ ഒരു സ്ഥാപനത്തിന് അഡ്രസ്സ് കൊടുക്കാൻ AKG സെന്ററിന്റെ കെയർ ഓഫ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലില്ല. അപ്പോൾ കേരളത്തിലെ AKG സെന്ററിന്റെ അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ട് വീണ വിജയൻ ബാംഗ്ലൂരിൽ നടത്തുന്ന ഈ കമ്പനി എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കടലാസ് കമ്പനിയിലൂടെ ഇത്തരത്തിൽ അവിഹിതമായിട്ടുള്ള കുറെ പണം വന്നു ചേരണം, അത് എത്തേണ്ടിടയ്ക്ക് എത്തണം. അത് എത്തിച്ച അവരെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചയിൽ എന്നോട് മഞ്ജുഷ് ഭംഗ്യന്തരേണ ചോദിച്ച ചോദ്യം ഇതാണ്: ഇനി ഇതൊക്കെ എത്രത്തോളം മുൻപോട്ട് പോകും? ഇത് എത്രത്തോളം മുൻപോട്ട് പോകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാവുന്നതാണ് അടുത്ത 1-2 കൊല്ലത്തിനുള്ളിൽ. പക്ഷെ എത്ര മുൻപോട്ട് പോയാലും വീണ വിജയനൊന്നും ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കില്ലെന്ന് 65 വയസ്സായ ആളെ ഞാനിപ്പോൾ ഈ ചർച്ചയിൽ പറയുകയാണ്. കാരണം ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാനൊരു പക്ഷെ ഉണ്ടായിരിക്കില്ലെങ്കിലും വീണ വിജയൻ ഈ കേസിന്റെ പേരിൽ ഒരു ദിവസം പോലും ജയിലിൽ കിടക്കുകയില്ല. വെറും പുട്ടും കടലയും കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് മുഖ്യമന്ത്രി ഫ്ലൈറ്റിൽ കയറിയിട്ട് ഡൽഹിയിൽ പോവുകയും അവിടെ അപ്രതീക്ഷിതമായിട്ടൊക്കെ ഭയങ്കര കോയിൻസിഡൻസ് ആണ്. അവിടെ ഗവർണർ വന്ന് കയറുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വഴിക്ക് പോകുന്ന നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി അവിടെ കേരള ഹൗസിൽ വരുന്നു. അങ്ങനെ വാതിലടച്ചിട്ടിട്ട് KV തോമസിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുന്നു. എന്നിട്ട് പുറത്ത് വന്നിട്ട് പറയുന്നത് നല്ല പുട്ടും കടലയായിരുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 3,40,00,000 ജനങ്ങളെയും അങ്ങേയറ്റം വിഡ്ഢിയാക്കുന്ന ഒരു സംഭവമാണ്. കാരണം 36-35 ദിവസമായിട്ടുണ്ട് അന്ന് ഈ പാവപ്പെട്ട ഈ 60-62 വയസ്സായ സ്ത്രീകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയിട്ട്. അത് ചോദിച്ചു നിങ്ങൾ മാധ്യമങ്ങൾ, അവരുടെ ഈ ആശാ വർക്കേഴ്സിന്റെ പ്രശ്നം എന്തെങ്കിലും നിർമ്മല സീതാരാമന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിനല്ല ഇവിടെ വന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തില് ഇത്തരം ഒരു അടച്ചിട്ട മുറിയിലൊക്കെ ഇരുന്ന് ഒരു ദീർഘമായ ചർച്ചകളൊക്കെ നടത്തിയ അന്തരീക്ഷത്തില് എനിക്ക് പക്ഷേ അത് കഴിഞ്ഞു ഇപ്പോൾ SFIO കോടതി വരെ എത്തിച്ചിട്ടുണ്ട്. ഈ കേസ് കോടതി വരെ എത്തിച്ചു. കോടതി വരെ എത്തിച്ചതിൽ കുറച്ച് നിബന്ധനകളുണ്ട് മഞ്ജുഷെ. ആ നിബന്ധനകൾ പുറത്ത് പറഞ്ഞു കേൾക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും വീണ വിജയനെ അറസ്റ്റ് ചെയ്യാനോ റിമാൻഡിൽ വെക്കാനോ പാടില്ല. അതായത് വീണ വിജയൻ കോടതിയിൽ ഹാജരാവും, അവിടുന്ന് അറസ്റ്റ് രേഖപ്പെടുത്താം, അപ്പോൾ തന്നെ ജാമ്യം കിട്ടത്തക്ക തോതിലാണ് ഈ കാര്യങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് നിയമത്തിന്റെ എല്ലാ വശങ്ങളും അറിഞ്ഞിട്ടല്ല. പക്ഷേ 447 എന്ന കമ്പനീസ് ആക്ട് അനുസരിച്ച് സെക്ഷൻ 447 ഓഫ് ദ കമ്പനീസ് ആക്ട് അതാണല്ലോ ചുമത്തിയിരിക്കുന്നത് 2013 സ്കോപ്പ് ഓഫ് സെക്ഷൻ 447 എന്ന് പറയുമ്പോൾ അത് വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്കുള്ളതാണ്. ഇറ്റ് ഡിഫൈൻസ് ഫ്രോഡ് ബോർഡ്ലി ടു ഇൻക്ലൂഡ് എനി ആക്ട് ഒമിഷൻ ഓർ കൺസീൽമെന്റ് ഓഫ് ഫാക്ട്സ് ഓർ അബ്യൂസ് ഓഫ് പൊസിഷൻ കമ്മിറ്റഡ് വിത്ത് ദ ഇന്റന്റ് ടു ഡിസീവ്, ഗെയിൻ, അൺഡ്യൂ അഡ്വാൻറ്റേജ് ഓർ ഇൻജുർ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി എന്നുള്ളതാണ്.
ഇറ്റ് കവേഴ്സ് സിറ്റുവേഷൻസ് വേർ എ പേഴ്സൺ വിത്ത് ദ കമ്മിറ്റ് സച്ച് ആക്ട്സ്. അത് പണിഷ്മെന്റും അതിൽ കൂടുതലാണ്. 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒന്നാണ്. വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്യാവുന്ന ഒന്നാണ് ഈ 447 വകുപ്പ് അനുസരിച്ച്. അപ്പോൾ താങ്കൾ പറയുന്നത് അതുണ്ടാവില്ല എന്നാണ് അല്ലേ? അതുണ്ടാവില്ല. ഒരു കാര്യം കൂടി പറയാൻ സമ്മതിക്കണം. ആടിനെ പട്ടിയാക്കുന്ന, മണിക്കൂറിന് ലക്ഷങ്ങൾ ഫീസ് വാങ്ങുന്ന ഈ നമ്മൾ പറയില്ലേ ചൂടൻ അഭിഭാഷകരായിരിക്കും വീണ വിജയന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ കോടതിയിൽ ഹാജരാവുക. അവിടുന്ന് വീണ വിജയൻ ഈ കേസിലെ ഈ SFIO എഫിൽ ഈ കേസ് പെടില്ലെന്ന് വരെ വാദിക്കാൻ വേണ്ടി തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇതിലത്തെ ട്രാൻസാക്ഷൻസ് മുഴുവൻ നടന്നിരിക്കുന്നത് ബാങ്ക് വഴിയാകയാൽ എന്താണ് ഇതിലത്തെ ഫ്രോഡ് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുമെന്നാണ് ഞാൻ അറിയാൻ കഴിയുന്നത്. അപ്പൊ അതൊക്കെ ഒരു പക്ഷേ കാരണം കർണാടക, അതായത് അല്ലല്ല, നൽകാത്ത സേവനത്തിനാണ് പണം വാങ്ങിയത് എന്നത് തെളിയിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അല്ലേ? തീർച്ചയായിട്ടും അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നു. മാത്രമല്ല SFIOക്ക് ഈ കേസ് അന്വേഷിക്കാനുള്ള അവകാശം എന്താണെന്ന് കൂടി ഈ പുലിയായിട്ടുള്ള നമ്മുടെ അഭിഭാഷകരിൽ ആരെങ്കിലും കോടതിയിൽ ചോദിച്ചുകൊണ്ട് വീണ വിജയനെ തൽക്കാലത്തേക്ക് ഒരു അറസ്റ്റും ഒരു റിമാൻഡും ഇല്ലാതെ പുഷ്പം പോലെ പുറത്തേക്ക് കൊണ്ടുവരും. ശരി, ഇതുവരെ അത് കണ്ടതുമാണ്. കാരണം ഇത് സംസ്ഥാന സർക്കാരിന് കൂടി ഓഹരി പങ്കാളിത്തമുള്ള ഒരു കമ്പനിയാണ് CMRL. അവിടെ നിന്നാണ് ഈ അനധികൃതമായിട്ട് ഈ പണം ഒഴുകിയിരിക്കുന്നത്. KSIDC വഴി സംസ്ഥാന സർക്കാരിന് കൂടി പങ്കാളിത്തം ഉണ്ടല്ലോ. അപ്പോൾ KSIDC തന്നെ കോടതിയെ സമീപിച്ച് ഈ കേസ് ഇല്ലാതാക്കാൻ ശ്രമിച്ചതാണ് എന്ന് പറയുമ്പോൾ പബ്ലിക് മണിയാണ് അവിടെ ദുരുപയോഗം ചെയ്തിരിക്കുന്നത്. ഡോക്ടർ B ജയരാജ്, ഇതുവരെ കെട്ടിപ്പൊക്കിയ കുറേയേറെ ന്യായീകരണങ്ങൾ ഉണ്ടല്ലോ, അതെല്ലാം പൊളിഞ്ഞടുങ്ങിയിരിക്കുകയാണല്ലോ. ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് മുതൽ SFIO വരെ അടിവരയിട്ട് പറയുകയാണ് വീണ തൈക്കണ്ടിയിൽ എക്സാലോജി കമ്പനി ഇവ CMRൽ നിന്ന് വാങ്ങിയ പണം അത് അനധികൃതമായ രീതിയിലാണ് കമ്പനീസ് ആക്ടിന്റെ ലംഘനമാണെന്ന്. 2.7 കോടി രൂപ. ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് SFIO എന്ന് പറഞ്ഞാൽ എന്താണ്? സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നാണ് അതിൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഫ്രോഡ് ഇതിനകത്ത് നടന്നിട്ടുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നീ CMRLലെ ഏതെങ്കിലും ഡയറക്ടർ ബോർഡ് മെമ്പർമാരോ അതല്ലെങ്കിൽ എക്സാലോജിക്കിൻ്റെ ഏതെങ്കിലും മെമ്പർമാരോ ഇതിനകത്ത് എക്കോ കേൾക്കുന്നുണ്ടല്ലോ. മാറ്റാം, പറഞ്ഞോളൂ താങ്കൾ. മഞ്ജുഷ എക്കോ വരുന്നുണ്ട്. അതിലാരെങ്കിലും ഒരാൾ പരാതി കൊടുക്കണം. ഈ CMRL പരാതിയില്ല, എക്സാലോജിക്കിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാർക്ക് ആർക്കും പരാതിയില്ല. പിന്നെ എങ്ങനെയാണ് ഇത് ഫ്രോഡാണെന്നുള്ളത്? ഇത് ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഒരു തട്ടത്തിൻ മറയത്തെന്ന് പറഞ്ഞ സിനിമയിൽ പറയുന്ന കണക്കോലെ വടക്കൻ കേരളത്തിൽ വീശിയടിക്കുന്ന ഒരു കാറ്റുണ്ട്. അത് സീസണലാണ്. കാര്യം എന്ന് വെച്ചാൽ ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും കുറേ നാൾ ലാവ്ലിനായിരുന്നു. അതിപ്പോൾ എന്തായാലും നിലച്ചു കുറേ നാളായിട്ട്. അതിനുശേഷം ഇപ്പോൾ കുറേ നാളായിട്ട് ഒരു ഇലക്ഷൻ അടുത്ത് വരുമ്പോഴത്തേക്കും അടുത്ത ഇത്തരം ഒരു ആരോപണമായിട്ട് വരും. ഇത് എത്ര നാൾ നിലനിൽക്കാനാണ്? എന്തെല്ലാം നമ്മൾ കണ്ടതാണ്. സ്വർണ്ണക്കള്ളക്കടത്ത്, പിന്നെ ഈന്തപ്പഴ കുരുവിനകത്ത് സ്വർണം കടത്തുക, ഖൊറാനകത്ത് സ്വർണം കടത്തുക, ബിരിയാണി ചെമ്പിനകത്ത് സ്വർണം കടത്തുക, എന്നിട്ട് കടത്തിയ സ്വർണ്ണമൊക്കെ എവിടെ പോയി? അന്വേഷണങ്ങളെല്ലാം എവിടെ പോയി? ഇപ്പോൾ തന്നെ എമ്പുരാൻ്റെ കേസിൽ ഗോകുലം ഗോപാലനെ റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ലൂസിഫർ എടുത്ത നോർത്ത് ഇന്ത്യൻ നടനുണ്ടല്ലോ, അയാളുടെ ഓഫീസ് റെഡി ചെയ്യുകയാണ്. ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമല്ല എന്നല്ല, രാഷ്ട്രീയ പ്രേരിതമായ പിക്ക് ആൻഡ് ജ്യൂസ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഒരു കാര്യം കൂടി അതിനകത്തുണ്ട്. ഇത് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ഈ പറയുന്ന താങ്കൾ പറയുന്ന പോലെ ഈ പ്രത്യേക കാറ്റ് വീശുന്ന ആ സമയത്ത് തന്നെ കേന്ദ്രത്തിന്റെ കാല് പിടിക്കും. ആ സമയത്ത് ഈ കേസ് അതിന്റെ മറ്റൊരു വഴിക്ക് തിരിയുമെന്നുള്ളതാണ്. അതും ഇവിടെ അങ്ങാടിപ്പാട്ടാണല്ലോ. ഡോക്ടർ B ജയരാജ്, പല കേസുകളിലും താങ്കൾ പറഞ്ഞ ഈ പല കേസുകളും ഇത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശരി, കോടതി വരെ എത്തി. ഇപ്പോൾ ഹരിദാസ് പറയുകയാണ് എല്ലാവർക്കും സംശയമുള്ളതാണ്, വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാവുന്നതാണ്, പക്ഷേ SFIO അവിടെ മടി കാണിക്കുമെന്ന്. കാരണം അറസ്റ്റ് ചെയ്താൽ ജയിലിലേക്ക് പോകേണ്ടി വരും. മുഖ്യമന്ത്രി അടങ്ങിയിരിക്കുമോ? ഡൽഹി കോടതിയിൽ ഈ SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് CMRL ഒരു ഹർജി കൊടുത്തിട്ടുണ്ടല്ലോ. അവിടുത്തെ ജഡ്ജിയെ മാറ്റിയല്ലോ. ആ ജഡ്ജിയെ മാറ്റിയതിനു ശേഷം പുതിയ ജഡ്ജി ഇതുവരെ നിയമിച്ചിട്ടില്ലല്ലോ. ആ നിയമിക്കാമെന്ന് പറയുന്നതല്ല, പുതിയ ബെഞ്ചിലേക്ക് മാറ്റാമെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ആ കേസ് നടന്നിട്ടില്ലല്ലോ. അതിനിടയിൽ ഇത്ര ധൃതിയിൽ ഇവിടെ SFIO വന്നിട്ട് കേസ് ഇന്നലെ എന്തായിരുന്നു പോയത്? പിന്നെ SFIO ഇത് കൊടുക്കരുതെന്നാണോ?
അങ്ങനെയല്ല പറഞ്ഞത്. ഇത് കൊടുത്ത സമയത്ത് വിജിലൻസ് അന്വേഷണത്തിനെ കുറിച്ച് മാത്യു കുഴൽനാടന്റെ കേസെടുത്ത് കളഞ്ഞു, ഷോൺ ജോർജിന്റെ ആരോപണങ്ങൾ എടുത്തു കളഞ്ഞു. ഈ സമയത്തൊന്നും ഇത്തരം ഒരു ചർച്ചയൊന്നും ഒരു മാധ്യമ സ്ഥാപനങ്ങളും നടത്തി ഞാൻ കണ്ടില്ല. വിജിലൻസ് അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല ഡോക്ടർ ബി ജയരാജൻ. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വിജിലൻസ് അന്വേഷിച്ചിട്ട് എന്ത് കാര്യം? നാട്ടുകാർക്ക് അതിനകത്ത് ഒരു താല്പര്യവുമില്ല. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വിജിലൻസ് അന്വേഷിച്ചിട്ട് എന്ത് കണ്ടെത്താനാണ്? അതിലൊന്നും വേണ്ടി അതിന് പിന്നാലെ പോയത് നല്ല വ്യക്തമായിട്ട് അറിയാം. ഒരു കാര്യം ഞാൻ പറയട്ടെ, സമയം കളയാനൊന്നുമല്ല, ആ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അവർക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. ആ തെരഞ്ഞെടുപ്പ് തന്ത്രമാണ്. അത് ആരെ കൂട്ടുപിടിച്ചാണെങ്കിലും ഇടതുപക്ഷത്തിന് അടിക്കാൻ കിട്ടുന്ന ഒരു ചാൻസും ആ ഒരു പ്രതിപക്ഷം അങ്ങനെ ചെയ്യട്ടെ. അത് അവർക്ക് അർഹതപ്പെട്ടതാണ്. അവരങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കട്ടെ. ജനങ്ങൾക്ക് സത്യം അറിയാം. ജനങ്ങളുടെ മുന്നിൽ ഇതെല്ലാം സുതാര്യമാണ്. ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുക. ഏത് കാലഘട്ടത്തിലാണ് ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ രീതി എങ്ങനെയാണ്, ഏതെല്ലാം ആളുകളൊക്കെയാണ്. ഇപ്പം കർണാടകത്തിൽ എടുത്തു കഴിഞ്ഞാൽ DK ശിവകുമാറിനെതിരെ, കാർത്തി ചിദംബരത്തിനെതിരെ പ്രതിപക്ഷ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കേന്ദ്ര ഏജൻസികൾ എങ്ങനെയാണ് നടപടിയെടുക്കുന്നത്? അത് SFI ആയിക്കോട്ടെ, ED ആയിക്കോട്ടെ, ഫെറ വയലേഷൻ ആയിക്കോട്ടെ, ഫെമ വയലേഷൻ ആയിക്കോട്ടെ, പോലീസ് ആയിക്കോട്ടെ, CBI ആയിക്കോട്ടെ, എല്ലാം വളരെ കൃത്യമായിട്ട് അവർ രാഷ്ട്രീയ രാഹുൽ ഗാന്ധി ഈ കേസിന്റെ മെറിറ്റിലേക്ക് താങ്കൾ വരുന്നില്ല. എക്സാലോജിക് എന്ന വീണ വിജയന്റെ കമ്പനിക്ക് എന്ത് സഹായം, എന്ത് സേവനമാണ് എക്സാലോജിക് എന്ന കമ്പനി വഴി CMRL കിട്ടുകയും CMRL നിന്ന് ഓരോ മാസവും വീണ വിജയൻ സ്വന്തം നിലയ്ക്ക് 5 ലക്ഷം രൂപയും എക്സാലോജിക് 3 ലക്ഷം രൂപയും 3 വർഷത്തോളം തുടർച്ചയായി വാങ്ങിക്കൊണ്ടിരുന്നു? അതെന്താണ്? എന്ത് സേവനമാണ് എക്സാലോജിക് എന്ന കമ്പനി നൽകുന്ന സേവനങ്ങൾ? അതല്ലല്ലോ. അല്ല, CMRL എന്ത് സേവനം കിട്ടിയിട്ടാണ്? CMRLന്റെ അധികൃതർ തന്നെ ആ കാര്യം ആദ്യം തന്നെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിനോട് പറയുകയാണ്, ഒരു സേവനവും ഞങ്ങൾ വാങ്ങിയിട്ടില്ല എന്ന്. അത് മാത്രമല്ല, ആ കമ്പനിയുടെ കുറെ ചെലവുകൾ പെരുപ്പിച്ച് കാണിക്കുന്നതിന് വേണ്ടി ചെയ്ത കാര്യമാണ്. അത് അവർക്ക് സഹായം നൽകുന്ന ആരാണോ അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി. അത് രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. മറ്റു നേതാക്കളുമുണ്ട്, അവരുടെ പേരും ആ ബുക്കിലുണ്ടായിരുന്നുവല്ലോ. അങ്ങനെയല്ല അതിനെ കാണേണ്ടുന്നത് വ്യക്തമായ രീതിയിൽ കാണേണ്ടുന്നത് ഈ CMRLന് വേണ്ടി ഈ പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഏതാണ്? ഈ പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? അതിനകത്തുനിന്ന് രാജിവെച്ച് പോയൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതിന്റെ പേരിലാണ് ഈ അന്വേഷണം മൊത്തം നടക്കുന്നത്. ആ ഉദ്യോഗസ്ഥന്റെ ക്രെഡിബിലിറ്റി എന്താണ്? അതിനെക്കുറിച്ച് ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? ആ ഉദ്യോഗസ്ഥൻ ചെയ്തു കൂട്ടിയ പ്രവർത്തികൾ എന്തൊക്കെയാണ്? ഏതോ ഒരു നോട്ട്ബുക്കിൽ കുറെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇനിഷ്യൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം കുറ്റക്കാരനാണെന്നാണോ? അങ്ങനെയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും മറ്റ് ജാതി സംഘടനകളും പിന്നെ പത്മജ വേണുഗോപാലും എല്ലാം കുറ്റക്കാരാണല്ലോ. ഇവരുടെ ഒന്നും പേര് PV എന്ന് കണ്ട ഉടനെ പിണറായി വിജയൻ എന്ന് വായിക്കുമല്ലോ, പത്മജ വേണുഗോപാൽ എന്ന് വായിക്കത്തില്ലല്ലോ. അത് വളരെ സെലക്ടീവ് പറയും. ഒരു സമസ്യയാണ് ആരാണ് PV എന്നുള്ള കാര്യം. ബാക്കി എല്ലാ ഇൻഷുറൻസുകളും നമുക്ക് തെളിഞ്ഞു കിട്ടി, PV മാത്രം കിട്ടിയില്ല. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, നിങ്ങൾ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തെ കാര്യങ്ങൾ പോയിരിക്കുകയാണ്. SFIO ഒരിടത്തും ഇല്ല എന്നായിരുന്നുവല്ലോ കോൺഗ്രസിന്റെ വാദം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ വിജിലൻസ് അന്വേഷണം നടത്തി ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ മകളെ ജയിലിൽ അടച്ചേക്കാം എന്നുള്ള ഒരു പ്രയത്നവുമായിട്ട് വന്നതും മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കുമെന്നൊക്കെ ദിവാസ്വപ്നം കണ്ടതും. പക്ഷേ കേന്ദ്ര ഏജൻസി കൃത്യമായിട്ട് മുന്നോട്ട് പോയി വീണ വിജയനെ പ്രതിയാക്കുകയും ചെയ്തു. അല്ല, അതിൽ ഒരു പ്രശ്നം, ഒരു കാര്യത്തിന് ആദ്യം നമ്മുടെ ഇടതു പ്രതിനിധിക്ക് ചില ഉത്തരങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ശ്രീ മഞ്ജുഷ്, അദ്ദേഹം എന്താണ് പറഞ്ഞത്? PV പിണറായി വിജയൻ എന്ന് മാത്രമേ വായിക്കുകയുള്ളൂ, പത്മജ വേണുഗോപാൽ എന്ന് വായിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ OC എന്നത് നാളെ തൊട്ട് ഉണ്ണിക്കുട്ടൻ ചേട്ടൻ എന്നങ്ങ് വായിച്ചു തുടങ്ങിക്കോ, അങ്ങനെ പ്രശ്നമില്ല. RC എന്നത് രമേശ് ചെന്നിത്തല എന്ന് വായിക്കണ്ട, രാധാകൃഷ്ണൻ ചേട്ടൻ എന്ന് വായിച്ചു തുടങ്ങി. ഇനി മറ്റൊരു കാര്യം, അദ്ദേഹം പറഞ്ഞെന്താ, SFIOയ്ക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്യാനുള്ളത്? കാരണം സ്വാഭാവികമായും പരാതിപ്പെടേണ്ടവർ പെറ്റീഷണർ സ്റ്റാറ്റസ് ഉള്ളവർ, കോടതി ഭാഷയിൽ പറഞ്ഞാൽ പെറ്റീഷണർ സ്റ്റാറ്റസ് ഉള്ളവർക്ക് പരാതിയില്ലല്ലോ. അങ്ങനെയല്ല ഡോക്ടർ ജയരാജ്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മണി ലൂട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ, പബ്ലിക് മണി 1 രൂപയാണെങ്കിൽ പോലും ലൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ പെറ്റീഷണർ സ്റ്റാറ്റസ് ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ 3.5 കോടി ജനതയ്ക്കുമുണ്ട് എന്ന് സുപ്രീം കോടതിയുടെ വിവിധ റൂളിങ്ങുകളുണ്ട്. നോക്കൂ, കരിമണൽ കർത്ത നിങ്ങളുടെ വീണ തൈക്കണ്ടിക്ക്, വീണ റിയാസിന്, വീണ വിജയന് അതിൽ ഏതെങ്കിലും ഒരു പേര് അംഗീകരിക്കുമല്ലോ. അവർക്ക് 1 രൂപയെങ്കിലും 1 രൂപ കൊടുത്തത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോ ഏറ്റവും മിനിമം വീണ തൈക്കണ്ടിക്ക് SFIOയുടെ മുമ്പിൽ പോയി മൊഴി കൊടുക്കുമ്പോ നിങ്ങളുടെ ക്രിസ്റ്റൽ ക്ലിയർ സഖാവ് ബാലൻ സഖാവ് പറഞ്ഞതുപോലെ
അത് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി തന്നതിനാണ് എന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ, അങ്ങനെയെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ കേന്ദ്ര ഏജൻസിയും കേന്ദ്ര ഗവൺമെന്റുമായുള്ള നിങ്ങളുടെ സെറ്റിൽമെന്റുകളുടെ പുറത്ത് എഴുതി തള്ളേണ്ട കേസാണിത്. ഇപ്പോ മഞ്ജുഷി ചോദിച്ചേ, ഞങ്ങളുടെ ആരോപണം പോലെ കേന്ദ്ര ഏജൻസി വന്ന വഴി പോയില്ലല്ലോ, അവർ പ്രതി ചേർത്തല്ലോ എന്ന്. എന്തുകൊണ്ടാ? ഇന്ന് ഗോകുലം ഗോപാലിനെ ഇ ഡി ചെന്നൈയിലേക്ക് വിളിപ്പിച്ചിരിക്കുക. ഇവിടെ നിന്ന് ഏതോ ഒരു RSS പ്രവർത്തകനോ BJP കാരനോ ഒരു ഫോൺ വിളിച്ചാൽ ഗോകുലം ഗോപാലിനെ പോലെ ഒരാളെ നിമിഷത്തിനുള്ളിൽ പ്രതി ചേർത്ത് അന്വേഷണം ആരംഭിച്ച് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് കയറി ചെല്ലാൻ മടിയില്ലാത്ത കേന്ദ്ര ഏജൻസി കഴിഞ്ഞ 6 മാസക്കാലം ഈ അന്വേഷണം വെച്ചുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുകയായിരുന്നു? സെറ്റിൽമെന്റിന് ശ്രമിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ മടിക്കേണ്ടത്? പക്ഷെ അവർ അന്വേഷണം പൂർത്തിയാക്കിയിരുന്നു ശ്രീ വസന്ത് തെങ്ങുംപള്ളി. അവിടെ ഡൽഹി ഹൈക്കോടതിയുടെ ഒരു സാങ്കേതിക തടസ്സം, അതുകൊണ്ടാണ് അവിടെ ഒരു ഹർജി കിടപ്പുണ്ടായിരുന്നുവല്ലോ, അത് തീർപ്പായിട്ടില്ല ഇതുവരെ. പക്ഷേ ആ സ്റ്റേ നീങ്ങിയതോടുകൂടി അവർ ഉടൻ തന്നെ കുറ്റപത്രം നൽകി. ഇന്നാണ് അവർ കുറ്റപത്രം നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാങ്കേതിക തടസ്സമാണ്. ഇവർ അന്വേഷണം നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നതാണ് SFIO. അവർ ഏത് സമയത്തും ഈ കംപ്ലൈന്റ് SFIOയുടെ കുറ്റപത്രത്തെ അങ്ങനെയാണല്ലോ പറയുന്നത്, അത് കോടതിയിൽ നൽകാനിരുന്നതാണ്. രണ്ട് ആ കാര്യവുമായി ബന്ധപ്പെട്ട് SFIOയുടെ പൊതു തീരുമാനം എന്താണ്? SFIOയുടെ ആക്ടിൽ തന്നെ പറയുന്നത് SFIOക്ക് ചെയ്യാൻ പറ്റുന്ന, അവരുടെ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന വിവിധ കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് പ്രതി ചേർത്തവരെയും അവരുടെ അന്വേഷണ റിപ്പോർട്ടും അതാത് കോടതികളിൽ സമർപ്പിക്കാം. 2, കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റിനെ, കൺസേൺഡ് ഏജൻസിയെ ഡയറക്റ്റ് ചെയ്യാം. സ്വാഭാവികമായും വീണ തൈക്കണ്ടിയിലേക്ക് ചെന്നിരിക്കുന്ന പണം ഈ CMRLലൂടെ ഈ കരിമണൽ കർത്തയ്ക്ക് ഏത് കാര്യം ചെയ്തു കൊടുത്തതിന്റെ ഉദ്ദിഷ്ട കാര്യത്തിന്റെ ഉപകാരസ്മരണയാണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടി EDയെയോ CBIയോ മറ്റേത് കേന്ദ്ര ഏജൻസിയും ഡയറക്റ്റ് ചെയ്യാനുള്ള അധികാരം SFIOയ്ക്കുണ്ട്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ യാതൊരുവിധ മണിയിലൂട്ടും ഉണ്ടായിട്ടില്ല. 1 രൂപയുടെ പിഴ മാത്രമേ വീണ തൈക്കണ്ടിക്ക് കോടതി വിധിക്കുന്നുള്ളൂ എന്നിരിക്കട്ടെ. ശ്രീ മഞ്ജുഷ്, കഴിഞ്ഞ കാലങ്ങളിൽ CPMവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ നമ്മൾ 2 തവണയാണ് അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്നു എന്ന് കേട്ടത്. ഒന്ന്, കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകനെതിരെ ഒരു ആരോപണം ഉയർന്നു വരുന്നു. ആ ആരോപണം ഉയർന്നു വന്നതിന്റെ 4ാമത്തെ മണിക്കൂറിൽ അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്ന അതേ കോടിയേരി ബാലകൃഷ്ണനെ കൊണ്ട് എന്റെ മകനെ ഞാൻ തള്ളിപ്പറയുന്നു, നിയമത്തിന്റെ ഒരു സാധ്യതകളിലൂടെയും അയാൾ മുമ്പോട്ട് പോകട്ടെ, പാർട്ടി അയാളെ സഹായിക്കില്ല എന്ന് പറയുകയും ഒരാഴ്ചക്കുള്ളിൽ രാജിവെപ്പിക്കുകയും ചെയ്ത അവൈലബിൾ സെക്രട്ടേറിയറ്റ് ഒന്ന്. ഇനി 2ാമത്തെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് ഏതാ? വീണ തൈക്കണ്ടിക്കെതിരെ, വീണ വിജയനെതിരെ, വീണ റിയാസിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് SFIO അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസം അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്ന് ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ന്യായീകരണ ക്യാപ്സ്യൂളുമായി വന്നു. അപ്പൊ നിങ്ങളുടെ പാർട്ടിയും ശ്രീ ജയരാജ് എന്താ ഇരട്ട നീതിയാണോ? ഈ കോടിയേരി ബാലകൃഷ്ണനെയും അദ്ദേഹത്തിന്റെ മക്കളെയും നിങ്ങൾ എന്താ തവിട് കൊടുത്ത് മേടിച്ചതാണോ? 2 കാര്യങ്ങളാണ് ഇതിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുക. ഒന്ന്, കോടിയേരിയെ പാർട്ടി നിർബന്ധിച്ചിട്ടില്ല, അദ്ദേഹം സ്വമേധയാ രാജിവെച്ചതാണ്. അങ്ങനെയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മാന്യതയാണ്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മര്യാദയാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നു. ആ രാഷ്ട്രീയ മര്യാദ പിണറായി വിജയനില്ല. എല്ലാ കാര്യത്തിലും ധാർമ്മികത പറയുന്നയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏത് പ്രശ്നമുണ്ടാകുമ്പോഴും ആർക്കെതിരെ കേസുണ്ടായാലും ഉടൻ തന്നെ രാജിവെക്കുന്നതാണ് ധാർമ്മികമായി നല്ലത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നയാളാണ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ പിണറായി വിജയൻ. ആ പിണറായി വിജയൻ ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിൽ തുടരുന്നത് ശരിയാണോ എന്നത് സ്വയം തീരുമാനിക്കുക. കാരണം എപ്പോഴും അദ്ദേഹം പറയാറുള്ള കാര്യമാണ് എൻ്റെ 2 കൈകളും ശുദ്ധമാണ് എന്ന്. നിയമസഭയിൽ ആ 2 കൈകളും ഉയർത്തിക്കാട്ടി അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയൊരാളുടെ മകൾക്കെതിരെയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസിയുടെ കുറ്റപത്രം വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് ഈ ധാർമ്മികത സ്വയം അത് പ്രയോഗിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം. ശ്രീജിത് പണിക്കർ, ഇവിടെ ഡോക്ടർ B ജയരാജ് പറഞ്ഞ കാര്യം ആർക്കും ഇതിൽ പരാതി ഉണ്ടായിരുന്നില്ല എന്നാണ്. അതുകൊണ്ട് ഇവിടെ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഒരു കേസാണ് വന്നത്, അതിൽ പ്രതി ചേർക്കപ്പെടുകയാണ് ഉണ്ടായത്. അത് ഈ സീസണിലാണ് കാര്യങ്ങൾ എന്നാണ് പലതവണ പഴകിയ ഒരു ന്യായീകരണം തന്നെയാണിത്. അല്ല, പലതവണ പഴകിയതെന്ന് മാത്രമല്ല, അത് അർത്ഥശൂന്യമായിട്ടുള്ള ഒരു വാദമാണ്. അത് പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം, ഒരു അഴിമതി എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫ്രോഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് കേവലം 2 ആൾക്കാർക്ക് അവർക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ മാത്രമല്ല, മറിച്ച് ഫ്രോഡ് നടന്നാലാണ്. അതല്ലാതെ പരാതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും പ്രധാനമല്ല. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. ചില ആൾക്കാരുണ്ട് എന്ത് ചെയ്യും, OTP, വ്യാജ OTP അല്ലെങ്കിൽ OTP അയച്ചതിന് ശേഷം ചില ടെലികോളേഴ്സ് വിളിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് അയച്ചിരിക്കുന്ന OTP എന്ന് ചോദിക്കുന്നു. അതൊരു ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനുമായി ലിങ്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ ആ OTP അവർ ഉപയോഗിച്ചതിന് ശേഷം ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് പണം പോകുന്നു. അപ്പോൾ അങ്ങനെ പണം പോകുന്ന ആൾക്കാരുടെയൊക്കെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ OTP അയക്കുന്ന ആളിനെ അല്ലെങ്കിൽ ഈ കള്ളത്തരം കാണിക്കുന്ന ആളിനെ പിടിച്ചു കഴിഞ്ഞാൽ അയാളുടെ എല്ലാ ട്രാൻസാക്ഷനും വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഇതും ഒരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റി തന്നെയാണ്. അതല്ലാതെ മറ്റേ ആളിന് പണം പോയ ആളിന് പരാതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല അവിടെ പ്രസക്തമായിട്ടുള്ള കാര്യം.
അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു അഴിമതിയും ആ രീതിയിലത്തേക്ക് വരില്ല. ഇപ്പോൾ നമ്മുടെ വിജിലൻസ് കോടതിയും അതേപോലെ തന്നെ ഹൈക്കോടതിയും പറഞ്ഞിരുന്നത് എന്താണ്, അഴിമതി നിരോധന നിയമത്തിന്റെ പട്ടികയിലും വരില്ല എന്ന്. അപ്പൊ ഇത് ഫ്രോഡുമല്ല അഴിമതിയുമല്ല എങ്കിൽ പിന്നെന്താണ്? ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു വില്ലേജ് ഓഫീസിൽ ഞാൻ പോവുകയാണ്, എനിക്കൊരു ഡോക്യുമെന്റ് അവിടെ നിന്ന് വാങ്ങണം. ആ ഡോക്യുമെന്റിനായിട്ടുള്ള ഫീസ് ഞാൻ അടയ്ക്കുന്നു. ഫീസ് അടച്ചു കഴിഞ്ഞാൽ സപ്പോസ് എനിക്ക് 10 ദിവസത്തിനകത്ത് അത് തരാനാണ് അവർക്കുള്ള അത് മാത്രമാണ് അവരോട് നിയമം പറയുന്നതെന്ന് കരുതിക്കോളൂ. 10 ദിവസത്തെ സമയം അവർക്കുണ്ട്. ഞാൻ അവരോട് പറയുകയാണ് എനിക്ക് വളരെ അത്യാവശ്യമുള്ള ഡോക്യുമെന്റ് ആണ്, എനിക്ക് 2 ദിവസത്തിനകത്ത് ഇത് തരണം. അപ്പൊ അവർക്ക് യാതൊരു വിധത്തിലുള്ള ബാധ്യതയും ഇല്ല 2 ദിവസത്തിനകത്ത് തരാൻ. ഞാൻ അവരോട് പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു 5000 രൂപ തരാം. അപ്പൊ ഞാൻ 5000 രൂപ കൊടുക്കുന്നു, അയാൾ ഇത് വാങ്ങുന്നു, കൊടുക്കുന്ന എനിക്ക് പ്രശ്നമില്ല, വാങ്ങുന്ന അയാൾക്ക് പ്രശ്നമില്ല, 2 ദിവസത്തിനകത്ത് എനിക്ക് ഡോക്യുമെന്റ് കിട്ടുന്നു. ഇത് അഴിമതിയാണോ അല്ലയോ? എനിക്ക് പരാതിയുണ്ടോ? എനിക്ക് പരാതിയില്ല. വാങ്ങിയ ആളിന് പരാതിയുണ്ടോ? പരാതിയില്ല. 10 ദിവസത്തിനകത്ത് കിട്ടിയോ? കിട്ടി. അഴിമതിയാണോ അല്ലയോ? അഴിമതിയാണ്. ഈ 2 ആൾക്കാർക്കും പരാതി ഇല്ലെങ്കിലും ഇത് അഴിമതിയാണ്. ഇതേപോലെ തന്നെയാണ് ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസും. ഇവിടെ നടന്നിരിക്കുന്നത് എന്താണ്? ഇതിൽ ഗ്രേറ്റർ ഗ്രാവിറ്റി ഉണ്ട്. നമ്മൾ വെറുതെ ഇങ്ങനെ കുടുംബത്തിൽ നിന്ന് നെല്ലെടുത്ത് കൊടുക്കുന്നത് പോലെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. ഇപ്പൊ CMRL സ്റ്റേക്ക് ഉള്ള ആൾക്കാർ ആരൊക്കെയുണ്ട്? KSIDC ഇല്ലേ? ഇപ്പൊ ഷോൺ ജോർജിന്റെ ഒക്കെ ഇൻവോൾവ്മെന്റ് വരുന്നത് ആ രീതിയിലല്ലേ? അതായത് ഷോൺ ജോർജ് ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഇതിന്റെ പിന്നാലെ നടന്ന് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. അദ്ദേഹത്തിന് ഉൾപ്പെടെ സ്റ്റേക്കുള്ള, നിരവധി ആൾക്കാർക്ക് സ്റ്റേക്കുള്ള, ഒരു പബ്ലിക് എന്റർപ്രൈസസിന് സ്റ്റേക്കുള്ള അങ്ങനെയുള്ള ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സെക്ഷൻ 447 ശരിയായ രീതിയിലത്തേക്ക് അത് പ്രയോഗിക്കുകയും അത് കോടതിയെ കൺവിൻസ് ചെയ്യിപ്പിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷമായി മാറും. കാരണം അത് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇതിൽ ആദ്യം പറഞ്ഞിരുന്നത് CMRL ആണല്ലോ ഇവിടെ ഫ്രോഡ് കാണിച്ചിരിക്കുന്നത്. അതിന് വീണയും എക്സാലോജിക്കും എങ്ങനെ കുറ്റക്കാരാകുമെന്ന് തുടക്ക സമയത്ത് CPM-ന്റെ ഒരു ന്യായീകരണം ഉണ്ടായിരുന്നു അല്ലേ? CMRL-നെതിരെയാണല്ലോ ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വന്നിരിക്കുന്നത്. അതിൽ എക്സാലോജിക്കും വീണ വിജയനും എന്ത് ചെയ്യാനാണ് എന്നുള്ളതായിരുന്നു ആദ്യ ന്യായീകരണം. പക്ഷെ അവിടെ പൊളിഞ്ഞത് ഈ CMRL-ന് സംസ്ഥാന സർക്കാരിന്റെ ഓഹരി പങ്കാളിത്തമുള്ളതാണ് KSIDC-യുടെ. അതുകൊണ്ടാണല്ലോ KSIDC കോടതിയിൽ പോയത്. അത് പബ്ലിക് മണിയാണ്. അവിടെ അഴിമതി വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ മൾട്ടിപ്പിൾ രീതികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാം തന്നെ പബ്ലിക് മണിയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുടുംബത്തിലെ നെല്ലറയിലുള്ള നെല്ലെടുത്ത് കൊടുക്കുന്നത് പോലെയുള്ള ലളിതമായിട്ടുള്ള ഒരു കാര്യമല്ല ഇത്. വാങ്ങുന്നവനും കൊടുക്കുന്നവനും ഒന്നും പരാതിയില്ല എങ്കിൽ ഇതിനിയും തുടരാമല്ലോ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ കമ്പനികളിലും ആ ഒരു സെനാരിയോ ശ്രീ ജയരാജ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിപ്പോ ഒരൊറ്റ കമ്പനിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇനി വീണ വിജയൻ ഒരു IT കമ്പനി ഉണ്ട് എങ്കിൽ കേരളത്തിലുള്ള നിരവധി ഇതുപോലെ KSIDC പോലെയുള്ള ഏതെങ്കിലും പബ്ലിക് എന്റർപ്രൈസസുമായിട്ട് അല്ലെങ്കിൽ അവരുടെ നിക്ഷേപമൊക്കെയുള്ള നിരവധി കമ്പനികൾ വേറെയും കേരളത്തിലുണ്ടാകാം. അങ്ങനെയുള്ള കമ്പനികളിലെല്ലാം തന്നെ സേവനം കൊടുക്കുക എന്ന രീതിയിലേക്കുള്ള ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെന്റിലേക്ക് വീണ വിജയന്റെ കമ്പനി ഏർപ്പെടുന്നു എന്ന് കരുതിക്കൊള്ളൂ. ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. എന്നിട്ട് അവിടെ നിന്നെല്ലാം തന്നെ ഒരു സേവനവും കൊടുക്കാതെ ഇവർക്ക് മാസാമാസം പണം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ നല്ലൊരു ബിസിനസ് മോഡലാണ് എന്ന് താങ്കൾ പറയുന്നു. അങ്ങനെ എങ്കിൽ ചോദ്യം, എന്തുകൊണ്ട് ആ കോൺട്രാക്ട് ശ്രീ വസന്ത് തെങ്ങുംപള്ളിക്ക് കിട്ടിയില്ല, ശ്രീ ശ്രീജിത്ത് പണിക്കർക്ക് കിട്ടിയില്ല, ശ്രീ MK ഹരിദാസിന് കിട്ടിയില്ല, ശ്രീ മഞ്ജുഷ് ഗോപാലിന് കിട്ടിയില്ല എന്ന് ആരെങ്കിലും? പിന്നെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സ്വപ്ന തുല്യമായ ഓഫറാണത് അല്ലെ? ഇത്രയും വലിയ തുക 8 ലക്ഷം രൂപ ഓരോ മാസവും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതും എന്ത് സേവനമാണ് നൽകിയത് എന്ന് ചോദിച്ചാൽ പക്ഷെ അത് മാത്രമല്ല, ഈ സേവനം അളക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമാണ് ഈ പണം വാങ്ങിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ പൊതുസമൂഹത്തിന് അതിന് സംശയമുണ്ടെങ്കിൽ ഇങ്ങനെ കേന്ദ്ര ഏജൻസിയുടെ റിപ്പോർട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇല്ല എന്ന് ഒരു വശത്തും ഉണ്ട് എന്ന് മറുവശത്തും വന്ന് വാദിക്കുമ്പോൾ ആ സംശയം നിവർത്തിക്കേണ്ടത് ആരാണ്? മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പോൾ വെറുതെ കൈ ഉയർത്തി കാട്ടിയിട്ട് കാര്യമില്ല, തെളിവ് സഹിതം കാര്യങ്ങൾ പറയണമായിരുന്നു. അത് ഇതുവരെ പൊതുസമൂഹത്തിലേക്ക് വന്നിട്ടില്ല. അത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയും ഒക്കെ ഒരു സ്ഥാപനവുമായി കരാറിൽ ഏർപ്പെടുമ്പോൾ അത് സുതാര്യമായിരിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. ആ കരാറിൽ ഏർപ്പെട്ട കമ്പനി പിടിക്കപ്പെടുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഇവിടെയുമുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ മകളാണ്. അല്ല, നമ്മൾ ഇതിനെ സത്യം പറഞ്ഞാൽ ഇതിനെ ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ടുന്ന ഒരു കാര്യവുമില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റ് 4 ആൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞു. നമുക്കെല്ലാം ഈ സേവനം കൊടുത്തുകൂടെ മഞ്ജുഷ്? ഇപ്പൊ മഞ്ജുഷിന് ഇതിന്റെ ഉള്ള ടെക്നിക്കൽ ഡിഫിക്കൽട്ടി എന്താ? മഞ്ജുഷിന് ഒരു കമ്പനി ഇല്ല, ഒരു IT സ്ഥാപനം മഞ്ജുഷിന് സ്വന്തമായിട്ടില്ല. അഡ്രസ്സും വെച്ചുകൊണ്ടാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ല മഞ്ജുഷ്, കടലാസ് കമ്പനി മാത്രം മതി, കൊടുക്കാൻ സേവനം വേണ്ടല്ലോ. കാരണം നമ്മൾ സേവനം കൊടുക്കുന്നില്ലല്ലോ. അപ്പൊ പിന്നെ നമ്മളെല്ലാം ഒന്നായില്ലേ? അപ്പൊ പിന്നെ സേവനം ഒന്നും കൊടുക്കണ്ട, വെറുതെ മാസാമാസം ഇങ്ങനെ പണം കിട്ടിക്കൊണ്ടിരിക്കാമെങ്കിൽ നമ്മൾ അതിനാണ് മാസപ്പടിയെന്നോ ജോലി ചെയ്യാതെ കൂലി വാങ്ങുന്നതിന് നോക്കുകൂലി എന്നോ ഒക്കെ നമ്മൾ പറയുന്നത് അതിനാണ്. ആ രീതിയിലത്തേക്കുള്ള ഒരു ബിസിനസ് മോഡൽ നമ്മൾ ഈ വിഷയത്തെ ഒരു തവണ ചർച്ച ചെയ്തതാണ്. അന്നേരം എല്ലാ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതിനി വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടുന്ന കാര്യം എന്താണ്? ആ കമ്പനിയുമായിട്ട് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ആണുള്ളത്. ഒരു പണിയും ചെയ്യാതൊന്നുമല്ല ചെയ്തിരിക്കുന്നത്. ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ശ്രീജിത്തിന് അറിയാം.
പിന്നെ ഈ ഞാൻ പറഞ്ഞ പറയാം. ശ്രീജിത്തിന് കമ്പനി തുടങ്ങാം. ശ്രീജിത്ത് പല നേതാക്കന്മാരെ അറിയത്തില്ലെങ്കിൽ ഞാൻ കുറിച്ചും പറഞ്ഞുതരാം. പിന്നെ ഫേസ്ബുക്കിനകത്ത് പ്ലേറ്റിനകത്ത് ഉള്ളി തൊലിച്ചിട്ടിട്ട് ഒക്കെ ഇട്ടതുകൊണ്ടാണ് അല്ലെ ശ്രീജിത്ത് ഇതുപോലെ കമ്പനി തുടങ്ങിയേനെ. ഒരുപാട് പണം വരുന്നുണ്ടല്ലോ BJPക്ക്, ആ രീതി തുടങ്ങിയേനെ. പിന്നെ ശ്രീജിത്ത് അതൊക്കെ അങ്ങ് വിട്, അത് വിട്. വേറെ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. കഴിഞ്ഞോ? നോക്കൂ, ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം ശ്രീ ജയരാജ് മനസ്സിലാക്കേണ്ടത് എന്താണ് വസന്തിനുള്ള മറുപടിയാണ്. വസന്തിനുള്ള അല്ലല്ല, ഒരു സെക്കൻഡ് ഞാനിതിന്റെ പറഞ്ഞോട്ടെ. ശ്രീജിത്ത് ആ മറുപടി പറയട്ടെ, എന്നിട്ട് വസന്തിനുള്ള മറുപടി ഞാൻ പറയാം. നോക്കൂ, ഒന്നാമത്തെ കാര്യം, ഇത് അവസാനം ഈ കേസ് ഉള്ളി തൊലിക്കുന്നത് പോലെ ആകുമെന്ന് താങ്കളൊക്കെ പറഞ്ഞിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ആ ഘട്ടമല്ല ഇപ്പോഴെന്ന് എന്തായാലും താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു സേവനം കൊടുക്കുന്നു. ഇപ്പോൾ ഒരു ഫ്ലാറ്റ് കോംപ്ലക്സിനാണെങ്കിൽ അവിടെ ഒരു ലിഫ്റ്റ്, ഈ ലിഫ്റ്റ് ഏതെങ്കിലും ഒരു ലിഫ്റ്റ് മേക്കർ കൊണ്ടുവന്ന് അവിടെ വെക്കുന്നു. അതവിടെ ഫിറ്റ് ചെയ്തതിന് ശേഷം അവരതിനൊരു കോൺട്രാക്ട് പീരീഡ് കൊടുക്കും, അതിന് സർവീസ് പീരീഡ് കൊടുക്കും. ആ സർവീസ് പീരീഡിലത്തേക്കുള്ള ഫീസും കൂടി ചേർത്താണ് അവർ അടയ്ക്കുക. ആ പീരീഡ് സപ്പോസ് 1 വർഷമാണെന്ന് വെച്ചോ. അപ്പോൾ ലിഫ്റ്റ് വെച്ചതിന് ശേഷം 1 വർഷത്തേക്കുള്ള മെയിൻ്റനൻസ് എല്ലാം തന്നെ പീരിയോഡിക്കലായിട്ട് അവർ വന്ന് ചെയ്തു കൊടുക്കും. ഇനി അതിനുശേഷം അത് കൊടുക്കേണ്ടുന്ന നേരിട്ടുള്ള ബാധ്യത അവർക്കില്ല. അപ്പോൾ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ഉണ്ട് എന്ന് പറയും. ആ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് അനുസരിച്ച് നിങ്ങൾ അടുത്ത 2 വർഷത്തേക്ക് 3 വർഷത്തേക്ക് 5 വർഷത്തേക്ക് എന്നിങ്ങനെ പണം അടച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ലിഫ്റ്റിന് എന്തെങ്കിലും ആനുകാലികമായിട്ടുള്ള മെയിൻ്റനൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് അവർ വന്ന് ചെയ്യും. നിങ്ങളുടെ വീട്ടിൽ ഒരു വാട്ടർ ഫിൽറ്റർ വാങ്ങുന്നുണ്ടെങ്കിൽ ഈ വാട്ടർ ഫിൽറ്ററിന് ഇതേപോലെയുള്ള കണ്ടീഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് കൊടുക്കണമെങ്കിൽ മെയിൻ്റനൻസ് നടത്താൻ ഒരു സാധനം വേണം ജയരാജ്. ആ സാധനത്തിനാണ് സേവനം എന്ന് പറയുന്നത്. ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ്. ഇവിടെ പ്രോഡക്റ്റ് ഏതാണെന്ന് താങ്കളൊക്കെ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ആ സർവീസ് ഏതാണെന്ന് പറഞ്ഞാൽ അതൊക്കെയല്ലായിരുന്നു ഇവിടെ സർവീസ് എന്ന് പറയുന്നത് അല്ലേ? സർവീസിനെ ആണല്ലോ നമ്മൾ മെയിൻ്റനൻസ് ചെയ്യുന്നത്. റിഫ്രഷ് ചെയ്ത് കൊടുക്കുന്നതാണ്. അല്ല, വാട്സപ്പ് അക്കൗണ്ട് ശ്രീജിത്ത് റീഫ്രഷ് ചെയ്ത് കൊടുക്കണം. റീസൈക്കിൾ ബിന്നിൽ നിന്ന് സാധനങ്ങൾ ഡിലീറ്റ് ചെയ്യുക, ഇതൊക്കെയാണോ സർവീസ്? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്ത് സേവനം കൊടുത്തിട്ടാണ് മെയിൻ്റനൻസ് ചെയ്യുന്നതെന്നേ. ഞാനും സേവനം തരത്തില്ല, ഞാൻ വേണമെങ്കിൽ മെയിൻ്റനൻസ് എടുക്കാം, എനിക്ക് പൈസ തന്നോളൂ. അങ്ങനെ ചെയ്യുമോ? അങ്ങനെ ആരെങ്കിലും, എനിക്ക് ജയരാജ് എവിടെയെങ്കിലും എന്നെ കൊണ്ടുപോയിട്ട് എനിക്ക് അതുപോലെ ഒരു ജോലി മേടിച്ചു തരുമോ? എനിക്ക് കമ്പനി ഇല്ല, സേവനവും കൊടുക്കാനില്ല, AMC മാത്രം മതി. പറ്റുമോ? റിട്ടൈലർഷിപ്പിൽ എനിക്കൊരു മെയിൻ്റനൻസ് കോൺട്രാക്ട് പറ്റുമോ? ജയരാജ് പറഞ്ഞാട്ടെ. അതുകൊണ്ട് എനിക്ക് AMC അറിയാമോ എന്ന് ചോദിച്ചാൽ എനിക്ക് AMC അറിയാം. AMC എന്റെ വീട്ടിലുള്ള പല ഉപകരണങ്ങൾക്ക് AMC എടുത്തിട്ടുള്ള ആളാണ് ഞാൻ. എന്റെ ഫ്ലാറ്റ് കോംപ്ലക്സ് ഒന്നുകൂടെ പറയാം. ശ്രീജിത്ത് ഞാൻ പറഞ്ഞുതരാം. ശ്രീജിത്ത് എനിക്ക് അവസരം തരാമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരൊറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞു തരാം. ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമണലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇതിനകത്ത് ധാരാളം സോഫ്റ്റ്വെയർ ഉണ്ട്, ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം സോഫ്റ്റ്വെയർ ഉണ്ട്. ഇതിനകത്തൊക്കെ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, അതിന്റെ കാര്യങ്ങളിലെല്ലാം വ്യത്യാസം വരും. അത്തരം ശ്രീജിത്ത് എനിക്ക് തോന്നുന്നു IT വിദഗ്ധനായിട്ടാണ് ആദ്യമായിട്ട് ചർച്ചയിൽ വന്നിട്ടുള്ളത്. അപ്പൊ ലോജിസ്റ്റിക്സ് എന്താണെന്നുള്ള കാര്യം ശ്രീജിത്തിന് ഞാൻ പറഞ്ഞു തരേണ്ടെന്ന കാര്യമില്ല. ഞാൻ വിദേശ ജോലി ചെയ്തപ്പോൾ ലോജിസ്റ്റിക്സ് ജോലിയുള്ള ഒരുപാട് പേരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അപ്പൊ ലോജിസ്റ്റിക്സിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ബാക്കപ്പ് മറ്റു കാര്യങ്ങളൊക്കെയാണ് സർവീസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഈ അടുപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അടുപ്പിന്റെ കാര്യം, ഒരു അടുപ്പ് നമ്മൾ മേടിക്കുകയാണെന്നിരിക്കട്ടെ, ഒരു ഹോബും ഒരു ചിമ്മിനിയും, അതൊരു വർഷത്തേക്ക് അതിനകത്ത് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ, അത് ഗ്യാരണ്ടി പീരീഡിലാണെന്ന് ആലോചിക്കണം. 12 വർഷത്തേക്ക് ഗ്യാരണ്ടി ഉള്ള ഒരു അടുപ്പ് വെച്ച് കഴിഞ്ഞാൽ ആ അടുപ്പിനകത്ത് എന്തെങ്കിലും മെയിൻ്റനൻസ് സർവീസ് ഇതിന് പോലും ഇപ്പോൾ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ഉണ്ടെന്നുള്ള കാര്യം ശ്രീജിത്ത് മനസ്സിലാക്കണം. കേരളത്തിൽ നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. AMC തർക്കത്തിൽ നിൽക്കണ്ട എന്തായാലും അതെല്ലാം കടന്നുപോയല്ലോ. കേന്ദ്ര ഏജൻസി ഇങ്ങനെ ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് കണ്ടെത്തി തന്നെയാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. നമ്മൾ AMC തർക്കത്തിൽ നിൽക്കണ്ട. ഒരു സെക്കൻഡ് ബാലകൃഷ്ണന്റെ കാര്യം പറഞ്ഞ അദ്ദേഹം ഇത്രയും വ്യാഖ്യാനിച്ചല്ലോ. സഖാ കോടിയേരി ബാലകൃഷ്ണന്റെ പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹം കുറെ പറഞ്ഞല്ലോ. അതിന് എനിക്ക് മറുപടി പറയാൻ ഒരു അവസരം കൊടുത്തരണം. കോടിയേരി ബാലകൃഷ്ണന്റെ വിഷയത്തിൽ എങ്ങനെയാണ് പാർട്ടി നിലപാടെടുത്തത്? കോടിയേരി ബാലകൃഷ്ണൻ നിലപാടെടുത്തത് എങ്ങനെയാണ്? ഇതിനകത്ത് വീണ വിജയന്റെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസും കാര്യങ്ങളും എല്ലാം വീണ വിജയൻ തന്നെ നോക്കിക്കോളും, വീണ വിജയന്റെ കമ്പനി നോക്കിക്കോളും. അതിനകത്തൊന്നും പാർട്ടി ഇടപെടാൻ പോകുന്നില്ല. പക്ഷെ വീണ വിജയനെ ചാരി മുഖ്യമന്ത്രിയെ ആക്രമിക്കാനും മറ്റ് രാഷ്ട്രീയ ലഭ്യങ്ങൾക്ക് വേണ്ടി പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്താണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് പാർട്ടിയെ കളങ്കപ്പെടുത്താനും മുഖ്യമന്ത്രിയെ കളങ്കപ്പെടുത്താനും കോടിയേരിയുടെ മക്കളോട് ഇങ്ങനെയും പിണറായിയുടെ മക്കളോട് ഇങ്ങനെ എന്നുള്ള പുതിയ വ്യാഖ്യാനം ഒന്നും വരുത്തുന്ന കാര്യമൊന്നും പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയെ കളങ്കപ്പെടുത്താനും
അതുപോലെ തന്നെ പാർട്ടിയെ കരിവാരി തേക്കുവാനുമുള്ള ശ്രമമാണ് കേന്ദ്ര ഏജൻസി നടത്തുന്നത്, അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണല്ലോ പറയുന്നത്. പക്ഷേ ഇത് തരാതരം പോലെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുകയാണ്. ചില സമയത്ത് പറയും വ്യക്തികൾക്കെതിരെയാണ് ആരോപണം, അത് വ്യക്തികൾ കൈകാര്യം ചെയ്തുകൊള്ളുമെന്ന്. മറ്റൊരവസരത്തിൽ പറയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ആരോപണം മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യാനാണ് എന്ന്. ഇപ്പോൾ തന്നെ പാർട്ടി കോൺഗ്രസിൽ വ്യക്തികൾ അവരവരുടെ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകട്ടെ എന്നൊക്കെ അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഇവിടെ ഈ രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടേണ്ട ആവശ്യമുണ്ടോ? മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണ് ആരോപണം വരികയും ഇപ്പോൾ കേസ് വരികയും പ്രതിയാവുകയും കുറ്റപത്രം നൽകപ്പെടുകയും ചെയ്തിട്ടുള്ളത് എങ്കിൽ മുഖ്യമന്ത്രിക്ക് അതിൽ ധാർമ്മികമായ ഉത്തരവാദിത്തമില്ലേ എന്ന ചോദ്യം ഉയരുമ്പോൾ അതിനല്ലേ കൃത്യമായിട്ട് മറുപടി നൽകേണ്ടത്? ഇത് CPM ആണ്, മറ്റു പാർട്ടികളല്ല. അതാണ് പറയുന്നത്, നമുക്ക് ഈ പാർട്ടിയെ കുറിച്ചിട്ട് ഒരു ചുക്കും അറിയില്ലല്ലോ. നോക്കൂ, സീസറിന്റെ ഭാര്യ പരിശുദ്ധയായിരിക്കണം. അത് കേരള ഹൈക്കോടതിയിലെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ജഡ്ജി പറഞ്ഞ വാക്ക് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നത്, ഇവിടെ ഈ വീണ വിജയൻ എന്ന് പറയുന്ന സ്ത്രീ സാധാരണ ഒരു നികുതിദായകയല്ല. അവരുടെ ഭർത്താവ് ഇവിടുത്തെ കേരളം ഭരിക്കുന്ന ഒരു മന്ത്രിയാണ്. അവരുടെ അച്ഛൻ ഇവിടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. ഒരു മുഖ്യമന്ത്രിയുടെ ഒരു മന്ത്രിയുടെ ഭാര്യയും മകളുമായിട്ടുള്ള ഒരു സ്ത്രീക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം വന്നാൽ ഇത്തരത്തിലുള്ള നുറുങ്ങ ക്യാപ്സ്യൂളുകൾ കൊണ്ട് അതെല്ലാം പരിഹരിക്കാമെന്ന് CPM വിചാരിക്കുന്നുവെങ്കിൽ അത് അങ്ങേയറ്റം അബദ്ധജടിലമായ ഒരു കാര്യമാണ്. കാരണം ഈ പാർട്ടി CPM ആണ്. ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് എന്ന ധാരണയിൽ ഇന്നും ഇതിൽ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഈ പാർട്ടി പ്രവർത്തകരും ഇത്തരം ചർച്ചയിൽ പങ്കെടുക്കുന്നവരും മനസ്സിലാക്കണം. അപ്പൊ അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഇതൊക്കെയാണ് ഇതിന്റെ ശരി. ഇപ്പൊ പാർട്ടി സമ്മേളനം നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ സംഗതി എടുത്ത് പുറത്തിട്ടിരിക്കണമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പക്ഷെ പിണറായി വിജയൻ മോശമാണോ? എന്തിനാണ് മാത്യു കുഴൽനാടന്റെ വീടും റിസോർട്ടൊക്കെ അളന്നത്? എന്തിനാണ്? വെറുതെ പോയിട്ട് അളന്നതാണോ? എത്രയോ സമയം ഉണ്ടായിരുന്നു. ഈ സർക്കാർ അധികാരത്തിൽ കയറിയിട്ട് ഏകദേശം 8ാമത്തെ വർഷമാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. എന്തിനാണ് മാത്യു കുഴൽനാടന്റെ റിസോർട്ട് മാത്രം അളക്കുകയാണെങ്കിൽ മൂന്നാർ എത്ര റിസോർട്ടുകൾ അളക്കാനുണ്ട്? അപ്പൊ മാത്യു കുഴൽനാടൻ ഞങ്ങൾക്കെതിരായിട്ട് തിരിയുന്നു എന്ന് കണ്ടപ്പോ അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഭരണം കയ്യിലുള്ളതിന്റെ അഹങ്കാരമായിട്ട് മാത്യു കുഴൽനാടന്റെ വീടും അതുമാതിരി തന്നെ അവിടെ കളന്നു. എന്നിട്ട് എന്തുണ്ടായി? അപ്പൊ ഇതിപ്പോ പാർട്ടി സമ്മേളനം നടക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കും കൃത്യമായിട്ട് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാം. ഗോകുലം ഗോപാലൻ കേരളത്തിൽ ബിസിനസ് നടത്തിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ ബിസിനസ് തുടങ്ങിയിട്ട് വർഷങ്ങൾ എത്രയായിട്ടുണ്ട്? അയാളുടെ വളർച്ച ഒരു കുറിക്കമ്പനിയുടെ മറവിലാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് അങ്ങേയറ്റം സംശയം പല സമയത്തും തോന്നാറുണ്ട്. പക്ഷെ അതൊന്നും ഈ SFIOയോ അല്ലെങ്കിൽ EDയോ അല്ലെങ്കിൽ ഇവിടുത്തെ CBIക്കോ നാളിതുവരെ തോന്നിയില്ല. ഇപ്പൊ അയാളെ മൂട്ടണ്ട, അതായത് കൃത്യമായിട്ട് പറഞ്ഞ അയാളെ ഒന്ന് പൂട്ടേണ്ട സമയം അടുത്തു എന്ന് വന്നപ്പോൾ ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്. ശ്രീ ജയരാജ് ഇവിടെ പറഞ്ഞു ഇതൊക്കെ സീസണൽ ആരോപണങ്ങളാണ്. അതായത് ഇലക്ഷൻ വരുമ്പോഴത്തെ നിങ്ങൾ സരിതാ നായരെ ഉപയോഗിച്ചിട്ട് ഈ സീസണൽ ഇത്തരത്തിലുള്ള ലൂട്ടിങ്ങും ഇത്തരത്തിലുള്ള പ്രചരണവും നടത്തിയിട്ട് വോട്ട് നേടിയതുമാതിരി ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു സ്റ്റേറ്റിലും നടത്തിയിട്ടുണ്ടാവില്ല. അതൊക്കെ രാഷ്ട്രീയത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ധാർമ്മികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ എവിടെയാണ്, ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ധാർമ്മികത പുലർത്തിയിരിക്കുന്നത് മഞ്ജുഷേ? അതുകൊണ്ട് തന്നെ ധാർമ്മികതയുടെ പേരിൽ ഇത്തരത്തിൽ നമ്മുടെ പിണറായി വിജയൻ മകൾക്കെതിരായിട്ട് SFIO കുറ്റപത്രം സമർപ്പിച്ചതിന്റെ പേരിൽ രാജിവെക്കണം എന്നൊക്കെ പറയുന്നത് അബദ്ധജടിലമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാര്യം നമ്മുടെ വീണ വിജയനിലേക്ക് ഈ പണം CMRL കൊടുത്തിട്ടുണ്ടെങ്കിൽ 2019 നിരോധിച്ചിട്ടുള്ള കരിമണൽ ഖനനം വീണ്ടും ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വാധീനിക്കാൻ വേണ്ടിയാണെന്ന് സാധാരണക്കാരായ കേരളത്തിലെ ഒരു 10% ജനങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ അതിന് ഒരു തരം ക്യാപ്സ്യൂൾ 10% ആയിരിക്കില്ല, അതിന് മുകളിൽ ആളുകൾ അത് ചിന്തിച്ചു പോകും. കാരണം കേരളം തുടർച്ചയായിട്ട് 9 വർഷമായിട്ട് ഭരിക്കുന്നത് പിണറായി വിജയനാണ്. അതുകൊണ്ട് തന്നെ കരിമണൽ കർത്തയ്ക്ക് CMRL കമ്പനിക്ക് ഒരുപാട് സഹായം സംസ്ഥാന സർക്കാരിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് അതേ സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയും മുഖ്യമന്ത്രിയുടെ മകളും ഇതേ കമ്പനിയിൽ നിന്ന് CMRL നിന്ന്, ആ CMRLന്റെ എത്രമാത്രം ആളുകളാണ് ഇപ്പോൾ പ്രതിപട്ടികയിലുള്ളത്? ഇതേ കമ്പനിയിൽ നിന്ന് ഇത്രയും പണം വാങ്ങിയത്. അതുകൊണ്ട് സംശയനിഴലിൽ തന്നെയാണ്. അപ്പോൾ ആ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുവാൻ കഴിയുകയില്ല, അത് മുഖ്യമന്ത്രിക്കും പറയുവാൻ കഴിയുകയില്ല. പക്ഷേ ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇതിനകത്ത് നിങ്ങൾ ഈ പ്രതിപക്ഷം കുറ്റകരമായ ഒരു അനാസ്ഥ കാണിച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്തിൽ ഒരു ഐക്യം പോലും ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. മാത്യു കുഴൽനാടൻ MLA ആണ് ഇക്കാര്യത്തിൽ നിയമ നടപടിയുമായിട്ട് ആദ്യം വന്നത്. അദ്ദേഹത്തിന് വേണ്ടത്ര പിന്തുണയും കിട്ടിയിരുന്നില്ല. അതിന് കാരണം ആ പറ്റുബുക്കിൽ ഉണ്ടായിരുന്ന പേരുകളാണ്. നിങ്ങളുടെ നേതാക്കളുടെയും പേരുകൾ ഉണ്ടായിരുന്നു. ഇവിടെ ഈ നിയമ പോരാട്ടത്തിൽ വിജയിയായത് ആരാണ്? ഷോൺ ജോർജ് ആണ്. അദ്ദേഹത്തിന്റെ ഒറ്റയാൾ പോരാട്ടമാണ് അവിടെ വിജയം കണ്ടത്. ഒരിക്കലുമല്ല. ഒന്ന്, ഈ ഞങ്ങളുടെ നേതാക്കളുടെ പേരുണ്ടായിട്ട് ഞങ്ങളുടെ നേതാക്കളെ ആരെയും പ്രതി ചേർത്തില്ലല്ലോ. ഇനി PV എന്നത് പാഴ്വസ്തു എന്നാണെങ്കിൽ ആ പാഴ്വസ്തുവിനെയും പ്രതി ചേർത്തില്ലല്ലോ.
നോക്കൂ, കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ ബന്ധം അത് വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ പുറകിലേക്ക് പോകുന്നതാണ്. ഇത് മാതൃമലയാളം എന്ന് പറയുന്ന ഒരു പത്രമാണ്. ഈ മാതൃമലയാളം പത്രം തുടങ്ങിയത് കരിമണൽ കർത്തയാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം പത്രമാണ് കേട്ടോ. ഈ പത്രം തുടങ്ങുന്നത് 2015-ലാണ്. 2015 ഇതാ ആ പത്രം എഴുതിയിരിക്കുകയാണ്, പിണറായി മുഖ്യമന്ത്രിയാണെന്ന് പാർട്ടി സഖാക്കൾ പോലും തീരുമാനിക്കുന്നതിന് മുമ്പ്, സഖാവ് VS അച്യുതാനന്ദൻ മാറി നിൽക്കുമെന്ന് അദ്ദേഹം പോലും ചിന്തിക്കുന്നതിന് മുമ്പ് മാതൃമലയാളം എന്ന് പറയുന്ന ഒരു പത്രം എഴുതിയാണ്, പിണറായി മുഖ്യമന്ത്രിയാവും, VS ഇനി വിശ്രമം. ഈ പത്രത്തിന്റെ MD ഈ പറയുന്ന കരിമണൽ കർത്തയാണ്. 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്നു. 2017 ഈ പത്രം പൂട്ടിപ്പോകുന്നു. അതായത് 2015 മുതൽ പിണറായി വിജയന് വേണ്ടി PR എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് കരിമണൽ കർത്ത. അതുകൊണ്ട് കരിമണൽ കർത്തയ്ക്ക് കിട്ടിയതെല്ലാം പിണറായി വിജയൻ വഴി തന്നെയാണ് എന്നതിൽ സംശയം വേണ്ട. അല്ല, ഈ കരിമണൽ കർത്തയുടെ, ശശിധരൻ കർത്തയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം പിണറായി വിജയനെ മാത്രമല്ല സ്തുതിക്കുന്നു, അദ്ദേഹം എല്ലാ നേതാക്കളെയും സ്തുതിക്കുന്നതാണ്. കാരണം അദ്ദേഹത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഇൽമനൈറ്റ് കിട്ടുക എന്നുള്ളതാണ്. ഇൽമനൈറ്റ് കിട്ടിയില്ലെങ്കിൽ ആ കമ്പനി പ്രതിസന്ധിയിലായി പോകും. അപ്പോൾ ഇൽമനൈറ്റിന് വേണ്ടി എന്തും അദ്ദേഹം ചെയ്യും. ഏത് നേതാക്കളുടെയും കാല് പിടിക്കാൻ അദ്ദേഹം തയ്യാറാകും. മുമ്പ് ഇവിടെ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഒരു വലിയ സമരം താങ്കൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. അവിടെ കമ്പനി പ്രതിസന്ധിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ തൊഴിലാളികളെ കൂട്ടിക്കൊണ്ടുവന്ന് അദ്ദേഹം വലിയൊരു സമരം നടത്തിയതാണ്. CITU ആയിരുന്നു ആ സമരത്തിന് നേതൃത്വം നൽകിയത്. അന്ന് അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ തുറന്നു പറഞ്ഞതാണ്, ഞാൻ ഈ തൊഴിലാളികൾക്ക് രാവിലെ ഭക്ഷണത്തിനുള്ള പൈസ കൊടുത്തു, ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനുള്ള പൈസ കൊടുത്തു, യാത്രാ ചെലവ് എല്ലാം ഞാനാ വഹിച്ചതെന്ന്. പക്ഷെ സമരം നടത്തിയത് CITU ആയിരുന്നു. അപ്പോൾ ശശിധരൻ കർത്ത അങ്ങനെയൊക്കെ ചെയ്യും. അദ്ദേഹത്തിന് ആവശ്യം ഇൽമനൈറ്റ് ആണ്. അതിനുവേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു സഹായം അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് കൊടുക്കുന്നത്. അതിൽ CPM-ന്റെ നേതാക്കൾ മാത്രമല്ല കേട്ടോ ഉള്ളത്, അതിലെല്ലാ നേതാക്കളുമുണ്ട്. അല്ല, അതിനെ അങ്ങനെ നിസ്സാരവൽക്കരിക്കണ്ട. നിസ്സാരമല്ല, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെല്ലാം കർത്തയിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ടിരുന്നവരാണ്. അല്ല, INTUC കർത്തയുടെ പണം മേടിച്ചിട്ട് സമരം ചെയ്യാൻ പോയില്ലല്ലോ. CITU അന്ന് മറ്റു യൂണിയനിൽ ഉണ്ടാവുന്ന എനിക്കറിയില്ല. അദ്ദേഹം CITU ആണ് നേതൃത്വം നൽകിയിരുന്നത്. അല്ല, INTUC ഏതായാലും INTUCയോ കോൺഗ്രസോ കർത്തയുടെ ബിരിയാണിക്കും 150 രൂപയ്ക്ക് വേണ്ടി സമരം ചെയ്യാൻ പോയിട്ടില്ല. അന്ന് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലമായിരുന്നു. ശരിയാണ്, അന്ന് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലമായിരുന്നു. വളരെ കൃത്യമായി ഞാൻ പറയുന്നു. 2, ഉമ്മൻചാണ്ടിക്ക് വേണ്ടി PR എക്സസൈസ് ചെയ്യാൻ മാതൃമലയാളം എന്ന് പറയുന്ന മഞ്ഞപ്പത്രം അടിച്ചിറക്കിയിട്ടില്ല കരിമണൽ കർത്ത. അപ്പൊ മനസ്സിലാക്കിയാൽ മതി കർത്തയ്ക്ക് പിണറായിയോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന്. ഇനി ശ്രീ ജയരാജ് വാങ്ങിയപ്പോൾ ആ പറ്റുബുക്കിൽ എല്ലാവരുടെയും പേരുണ്ടായിരുന്നു കേട്ടോ. അല്ല, പറ്റുബുക്കല്ലല്ലോ ശ്രീ മഞ്ജുഷയുടെ ഡയറിയാണ്. ആ ഡയറിയുടെ ആധികാരികത പരിശോധിക്കണം. സ്വാഭാവികമായും അതിൽ ഉള്ള പേര് ആധികാരികത പരിശോധിക്കണമെങ്കിൽ PV നിങ്ങൾ പറയരുത്. ഒന്ന് RC എന്നാണ്. അത് രമേശ് ചെന്നിത്തല എന്നാണെന്നിരിക്കട്ടെ. ഈ അദ്ദേഹം സമ്മതിച്ചിരുന്നു കേട്ടോ, രമേശ് ചെന്നിത്തല സമ്മതിച്ചിരുന്നു. അല്ല, ഞാൻ ഉത്തരം പറയാം. സ്വാഭാവികമായും ഈ ഡയറിയിൽ ഈ പേര് എഴുതപ്പെടുന്ന സമയത്ത് RC എന്ന പേര് രമേശ് ചെന്നിത്തല എന്നാണെങ്കിൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അന്ന് രമേശ് ചെന്നിത്തലയാണ്. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവ് അന്ന് OC എന്ന ഉമ്മൻചാണ്ടി തന്നെയാണ്. സ്വാഭാവികമായും പാർട്ടിക്ക് വേണ്ടി ഫണ്ട് കളക്ട് ചെയ്യുക, പാർട്ടിയുടെ വിവിധ പദ്ധതികൾക്ക് വേണ്ടി ഫണ്ട് പ്രൊക്യൂർ ചെയ്യുന്നത് ആരാണ്? ഈ CLP ലീഡറും ഈ പറയുന്ന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും തന്നെയാണ്. അവരിലൂടെയാണല്ലോ പാർട്ടിയിലേക്ക് ഫണ്ട് വരിക. അത് കൈപ്പറ്റിയിട്ടുണ്ടാവും. അതിൽ ഇനി അതിന്റെ പേരിൽ എന്തെങ്കിലും ലാഭം കരിമണൽ കർത്തയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കൂടി പ്രോസിക്യൂട്ട് ചെയ്യുന്നേ. ഞങ്ങൾ ഏതായാലും കൈ ഉയർത്തി ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുന്നില്ല. ഞങ്ങൾ കൈ ഇങ്ങനെ പിടിച്ച് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ വിലങ്ങണിയിക്കൂ എന്നേ പറയുകയുള്ളൂ. ഇനി ഒരു കാര്യം ശ്രീ ജയരാജ് പറഞ്ഞ എന്താണ്? ജയരാജ് പറഞ്ഞത് പാർട്ടി കോൺഗ്രസിനെ കളങ്കപ്പെടുത്താനാണത്രേ ഇത്. എന്ത് പാർട്ടി കോൺഗ്രസ്? കണ്ണൂരിൽ നിന്ന് കുറച്ചുപേര് ഇന്ന് കണ്ണൂരിലേക്കാണല്ലോ നമ്മൾ മീറ്റിംഗ് കൂടിയത്, തൽക്കാലം മാറ്റിപ്പിടിക്കാം, മധുരയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവരാം എന്ന് തീരുമാനിച്ചു പോയ ഒരു പാർട്ടി കോൺഗ്രസ് ആണ്. അത് ഈ രാജ്യത്തിന്റെ ഈച്ച അനങ്ങുന്നതിനെ ബാധിക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ് അല്ല. അതുകൊണ്ട് അതിന്റെ പേരിലാണ് നിങ്ങളെ ആക്രമിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമാണ് തോന്നുന്നത്. 2, അദ്ദേഹം പറഞ്ഞു കോടിയേരി ബാലകൃഷ്ണന്റെ ഇതുമായി യാതൊരു ഒരു പ്രസിഡന്റിനെ നിയമിക്കാൻ ഇതുവരെ വയ്യ, ഒരു ഇലക്ഷൻ നടത്താൻ ഇതുവരെ വയ്യ. നാളമില്ലേ വസന്ത് തങ്ങുംപള്ളി ഇങ്ങനെ ഇരുന്ന് പറയാൻ? ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താൻ പോലും യോഗ്യതയില്ലാത്ത ഒരു പാർട്ടി നാണമുണ്ടോ പാർട്ടി കോൺഗ്രസിനെ കുറിച്ച് അഭിപ്രായം പറയാൻ? വലിയ വായിൽ വാചമടിച്ചിട്ട് കാര്യമില്ല, മര്യാദയ്ക്ക് നടത്ത്. കുറെ വർഷങ്ങളായില്ലേ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട്? നോമിനേഷനും കള്ള തിരിച്ചറിയൽ കാർഡും യൂത്ത് കോൺഗ്രസിലും KSUലും നടക്കുന്ന അതല്ലേ? എന്താണ് താങ്കൾ ഈ പറയുന്നത്? താങ്കൾ സ്വന്തം പാർട്ടിയുടെ കാര്യം തിരിഞ്ഞു നോക്കിയിട്ട് പറ. ഒരു പ്രസിഡന്റിനെ പോലും വെക്കാൻ പറ്റാതെ ഈ ആഴ്ച വരും, അടുത്ത ആഴ്ച വരും, ഉടനെ മാറ്റം ഉണ്ടാവും. ഹൈക്കമാൻഡ് തീരുമാനിക്കും, ലോ കമാൻഡ് തീരുമാനിക്കും. എന്നിട്ട് എന്തേ തീരുമാനം? അങ്ങ് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി അങ്ങ് വർക്ക് ചെയ്യുന്നൊക്കെയല്ലേ പറയുന്നത്? എന്താണ് ഈ പറയുന്നത്? അതിന് പോലും ശേഷിയില്ലാതെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല വസന്തേ, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല വസന്തേ. പറയട്ടെ, അങ്ങ് പറഞ്ഞ് അങ്ങൊന്ന് വഴങ്ങാമോ?
നിങ്ങളുടെ പാർട്ടിയുടെ മറ്റേ സംഘടന അങ്ങനെ ഒരു സമ്മേളനം നടത്താൻ നട്ടല് വേണം, ആർജവം വേണം, സംഘടനാ ശേഷി വേണം, കേഡറുകൾ വേണം. അല്ലാതെ കാശ് കൊടുത്ത ആളിനെ കൂട്ടി നടത്തുന്ന പരിപാടികളല്ല, വ്യാജ തിരിച്ചറിയൽ കാർഡ് നടത്തി തെരഞ്ഞെടുക്കുന്ന പരിപാടികളല്ല. ഉത്തരം പറയട്ടെ അങ്ങ് വഴങ്ങാമോ? ഏതായാലും ഞങ്ങൾ മറ്റേ കർത്തയുടെ ബിരിയാണിയും പൈന്റ് രൂപയും മേടിച്ചിട്ട് നടത്തുന്ന സമരമല്ല കേട്ടോ, അത് മനസ്സിലാക്കിക്കോ. 2, അങ്ങ് പറയുന്ന സംഘടനാ തെരഞ്ഞെടുപ്പും പുനഃസംഘടനയെ പറ്റിയുമാണല്ലോ. പണ്ട് കണ്ണൂരിൽ ഈ ഒരു വണ്ടിയും 10,000 രൂപയും വരുന്നതിനുള്ള വെള്ളവും കൊടുത്ത് കുറെ സംഘടിപ്പിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പറയട്ടെ മിസ്റ്റർ, നിങ്ങൾ ഇങ്ങനെ ഇടപെടാനാണെങ്കിൽ ഞാനും ഇടപെടും. അങ്ങ് സംസാരിക്കില്ല ചർച്ചയിൽ. അങ്ങ് പണ്ട് കണ്ണൂരിൽ നിങ്ങളുടെ സംഘടനയ്ക്കെതിരെ പറഞ്ഞതിന്റെ പേരിൽ 51 വെട്ടുവെട്ടി ഒരുത്തരെ ഇല്ലാതാക്കിയ സംഘടനയാണ് നിങ്ങൾ. ആ ആളുടെ മകന്റെ കല്യാണത്തിന് പോകുന്നു എന്ന പേരിൽ എന്റെ നാട്ടിൽ അതെന്താ പറയായിരുന്നെന്ന് ആലോചിച്ചോണ്ടിരുന്നായിരുന്നു. അതെന്താണെന്നത് ഇതുവരെ പറയായിരുന്നു. ശരി, അതല്ല വിഷയത്തിൽ നിന്ന് മാറില്ല, അതൊന്നുമല്ല ഇവിടെ സംസാര വിഷയം. നിങ്ങൾ തമ്മിലുള്ള തർക്കമല്ല. ശ്രീജിത് പണിക്കർ പാർട്ടി കോൺഗ്രസ് കഴിയുന്നതോടെ ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരണത്തിലേക്ക് CPM-ന് പോകേണ്ടി വരും. പക്ഷേ അതനുസരിച്ച് ഇവിടെ ശക്തമായ രീതിയിൽ തന്നെ ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന് കഴിയുമോ എന്ന സംശയമുണ്ട്. കാരണം ഇവർ പല വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും അത് പകുതിക്ക് വെച്ച് വിട്ടുകളയാറുണ്ട്. ഇതും അങ്ങനെ തന്നെ അടങ്ങുവാനാണോ സാധ്യത, അതോ ഇത് മുഖ്യമന്ത്രിക്ക് വലിയ പ്രതിരോധം തീർക്കേണ്ട ഒന്നായി മാറുമോ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചുകൊണ്ട്? അല്ല, നിലവിൽ മുഖ്യമന്ത്രിക്ക് ഗുണവുമുണ്ട് ദോഷമുണ്ട്. അദ്ദേഹത്തിനുണ്ടായ ഏറ്റവും വലിയ ഗുണം സംസ്ഥാന സമ്മേളനം ഇവിടെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പുറത്ത് വന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് വലിയൊരു ഗുണമാണ്. കാരണം നമുക്കറിയാമല്ലോ, ഡൽഹി ഹൈക്കോടതിയുടെ ഒരു ടെക്നിക്കാലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഈ നടപടികളിലേക്ക് ഒന്നും തന്നെ പോകാനായിട്ട് SFIOയ്ക്ക് സാധിക്കുമായിരുന്നില്ല. അപ്പോൾ ആ സമയത്തോടു കൂടി ഇവിടെ ഉണ്ടായിരുന്ന ജില്ലാ സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനവും എല്ലാം കഴിഞ്ഞു. ഈ സംസ്ഥാന സമ്മേളനത്തിലും ജില്ലാ സമ്മേളനങ്ങളിലും ഒക്കെ തന്നെ പല വിമർശനങ്ങളും ഈ പ്രവർത്തന രീതിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉയർന്നതിനെ പറ്റി എല്ലാം തന്നെ ചർച്ചകളിലടക്കം വന്നിരുന്നതാണ്. ആ സമയത്തെങ്ങാനുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായിട്ടുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട അതൊരു ഫ്രോഡുലന്റ് പേയ്മെന്റ് കേസ് എന്ന രീതിയിലത്തേക്കൊരു കാര്യം വന്നിരുന്നത് എങ്കിൽ അത് വലിയ നാണക്കേടുണ്ടാക്കുമായിരുന്നു. ഇപ്പോഴും നാണക്കേടിന് കുറവൊന്നുമില്ല. പക്ഷേ ഇത് ഇവിടെയുള്ള ആൾക്കാരൊക്കെ തന്നെ അറിയേണ്ടതുള്ളൂ. നടക്കുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ ഡെക്കറേറ്റ് ചെയ്തിട്ട് മധുരയിലാണെന്നൊക്കെ പറയുമെങ്കിലും ആരൊക്കെയാണ് പങ്കെടുക്കുന്നതെന്നൊക്കെ നമുക്കറിയാമല്ലോ. അതിൽ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ തന്നെ അവിടെ പോകുന്നതിനെ പറ്റിയൊക്കെ തന്നെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇനി ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം കൂടുതലായിട്ട് തന്നെ അവർ ഉന്നയിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് പേരിന്റെ കാര്യത്തിൽ അദ്ദേഹം ഞാനല്ല എന്ന് പറഞ്ഞു. എന്നാൽ കോൺഗ്രസിന്റെ അടക്കം മറ്റുള്ള ആൾക്കാരും തന്നെ ഈ രീതിയിലത്തേക്ക് നിഷേധിച്ചില്ല. പാർട്ടിക്ക് കിട്ടിയിരിക്കുന്ന പേയ്മെന്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ പാർട്ടിക്കാണെന്ന് പോലും ശ്രീ പിണറായി വിജയൻ പറഞ്ഞില്ല. തന്നെയല്ല PV ഞാനല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ ചർച്ചയിൽ പത്മജ വേണുഗോപാൽ എന്ന രീതിയിലത്തേക്കൊക്കെ തന്നെ ശ്രീ ജയരാജ് പറയുന്നത് ഞാൻ കേട്ടു. അതെന്തായാലും ആയിക്കോട്ടെ. പക്ഷേ ഇവിടെ ഒരു ഫൈനാൻഷ്യൽ ട്രെയിൽ അത് കൃത്യമായി കണ്ടെടുത്തുകയും അതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള സേവനവും നൽകിയിട്ടില്ല എന്ന കാര്യവും ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റാണ്. അത് ഏത് കോടതിയിൽ പോയി കഴിഞ്ഞാലും എവിടെ പോയി കഴിഞ്ഞാലും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. ആ ഫാക്ടിനെ മുൻനിർത്തി കോൺഗ്രസിന് ചോദ്യം ചെയ്യാം, BJPക്ക് ചോദ്യം ചെയ്യാം. ഈ കാര്യങ്ങൾക്ക് പകരം തിരിച്ചെന്ത് പരമാവധി എന്ത് ചോദിക്കാൻ പറ്റും? ഇങ്ങോട്ട് ചോദിക്കാൻ പറ്റുന്ന RC OC ഒക്കെ തന്നെ ഉണ്ട് എന്നല്ലേ. അപ്പൊ ആ സമയത്ത് PVയും ഉണ്ടല്ലോ. നിലവിൽ PVക്കെതിരെ അല്ലല്ലോ ഈ പ്രശ്നം, PVയുടെ മകൾക്കെതിരെയാണ്. PVയുടെ പേരുപയോഗിച്ചുകൊണ്ട് PVയുടെ മകൾ ഈ രീതിയിലത്തേക്ക് അന്യായമായിട്ട് പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് സേവനങ്ങൾ കൊടുക്കാതെ ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെട്ടു എന്നതാണല്ലോ ഈ പ്രശ്നം. അപ്പോൾ PVയെ ഡയറക്റ്റ് ഇംപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമില്ല, മറിച്ച് ഇൻഡയറക്റ്റ് ആണ്. പക്ഷേ ഈ ആരോപണം തന്നെ കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ ലീഗിനെതിരെയൊക്കെ തന്നെ പരോക്ഷമായിട്ട് അല്ലെങ്കിൽ നേരിട്ട് തന്നെ CPM ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിൽ PVയും ഉണ്ടല്ലോ എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. അതുകൊണ്ട് അതൊന്നും കോൺഗ്രസിന് ഒരു തടസ്സമാണെന്ന് ഞാൻ കരുതുന്നില്ല. കോൺഗ്രസ് ആയിക്കോട്ടെ BJP ആയിക്കോട്ടെ ഇതിനെ കൃത്യമായിട്ട് ഇനി ഉപയോഗിക്കാനുള്ള സാധ്യതകളുണ്ട്. തന്നെയുമല്ല, ഇനി ഉള്ള നാളുകളിൽ, അതായത് നമുക്കറിയാം വർഷാവസാനം ഒരു തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്, അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. ആ സമയമാകുമ്പോഴേക്കും ഇതുമായി ബന്ധപ്പെട്ട് കുറെ കൂടി പ്രോഗ്രസ് ചെയ്യാൻ ഈ കേസ് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ സമയത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഈ കേസ് എങ്ങനെ പോകുന്നു തുടങ്ങിയതെല്ലാം നോക്കിക്കണ്ട് അതിനനുസരിച്ചിട്ട് ഇവരുടെ ആരോപണം കടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും മുഖ്യമന്ത്രിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ ഇവർക്ക് സാധിക്കും. ഈ CPMന്റെ ഭരണ സംവിധാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിക്ക് വലിയ ആധിപത്യമൊക്കെ തന്നെ ഉണ്ടായിരിക്കാം, അവരുടെ നേതൃനിരയിലൊക്കെ തന്നെ അദ്ദേഹത്തിന് വലിയ ആധിപത്യം ഉണ്ടായിരിക്കാം. പക്ഷേ ഈ കാര്യത്തിനെ കൃത്യമായി വിശദീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ഈ പഴയ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ആ പഴയ ക്യാപ്സൂളുകളൊക്കെ തന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതൊക്കെ തന്നെ വീണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഡോക്ടർ B ജയരാജ്, പാർട്ടിയുടെ ഒരു നയമുണ്ട്, അത് പാർട്ടി പ്ലീനത്തിലൊക്കെ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതും തീരുമാനമെടുത്തിട്ടുള്ളതുമാണ്. ഇത് കളങ്കിതരുടെ പട്ടികയിൽ വരുമ്പോൾ ഈ നേതാക്കൾ മാത്രമല്ല
നേതാക്കളുടെ ബന്ധുക്കളും കളങ്കിതരല്ല എന്നുള്ള കാര്യം ഉറപ്പാക്കണം എന്നുള്ള കൃത്യമായ തീരുമാനം ഉള്ളതാണല്ലോ. ഇവിടെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മകൾ തന്നെയാണ് ഇങ്ങനെ പ്രതിയായി വന്നിട്ടുള്ളത്. അപ്പോൾ ധാർമ്മികത എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ചിടത്തോളം അതാണ് മുഖ്യം. അതിൽ നിയമപരമായ കാര്യങ്ങളെക്കാൾ ധാർമ്മികതയ്ക്കാണ് ഊന്നൽ നൽകുന്നത്. പക്ഷേ ധാർമ്മികത ഇപ്പോൾ എടുത്ത് തോട്ടിൽ കളഞ്ഞിരിക്കുകയാണല്ലോ. അതിന്റെ കാര്യമാണല്ലോ പറഞ്ഞത്. മുഖ്യമന്ത്രിക്കെതിരെ വന്ന ലാവ്ലിൻ ആരോപണം അവിടെ പോയി. അതിനുശേഷം വന്ന ഒരു 100 ആരോപണങ്ങളുണ്ടായിരുന്നല്ലോ. ഈ ഏജൻസികളെല്ലാം അന്വേഷിച്ചതാണല്ലോ. എന്നിട്ട് അതെല്ലാം എവിടെ പോയി? അവസാനം പിന്നെ വേറൊരു ഫ്ലിംസി ആരോപണം, പനമ്പായിൽ നോട്ട് കൊണ്ടുപോയി ടൊയോട്ട കാറിൽ കൊണ്ട് കടത്തി എന്ന് പറഞ്ഞിട്ട് വേറൊരു ആരോപണം. ഇങ്ങനെ നിരന്തരം ഈ ഉണ്ടയില്ലാത്ത വെടി ഇങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കുകയല്ലേ. കുറെ നാളുകൊണ്ട് ഇത് ജനങ്ങൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. ഈ ആരോപണം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ധാർമ്മികത വെച്ചിട്ട് രാജിവെക്കാനാണെങ്കിൽ ഇവിടെ ആർക്ക് അന്ന് അധികാരത്തിലേറി അന്ന് തൊട്ടേ പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ. എന്താണ് വസന്ത്? അന്ന് തൊട്ടേ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാണല്ലോ പറയുന്നത്. യാതൊരു കാരണവുമില്ലാതെ അന്ന് തൊട്ട് മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ മന്ത്രം ഉരുവിട്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടൊരു ധാർമ്മികതയുടെ പ്രശ്നമൊന്നും ഇവിടെ ഉത്ഭവിക്കുന്നില്ല. അത് എന്ത് കാരണം കൊണ്ടെങ്കിലും ഒരു കാരണം മുഖ്യമന്ത്രിയുടെ തലയിൽ കൊണ്ടുവയ്ക്കുക, എങ്ങനെ വളഞ്ഞ വഴിയിലാണെങ്കിലും മുഖ്യമന്ത്രിയുടെ തലയിൽ കൊണ്ടുവയ്ക്കുക. അത് മക്കളെ ഉപയോഗിച്ച് പരാജയപ്പെടുത്താനാണെങ്കിൽ ഇപ്പം നമ്മൾ ഇതിനകത്ത് മഹാഭാരതത്തിലെ കഥയിൽ പറയുന്ന ദ്രോണരെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? അശ്വത്ഥാമ ഹത കുഞ്ചര എന്ന് പറഞ്ഞു. അപ്പോൾ അശ്വത്ഥാമാവ് മരിച്ചെന്ന് പറഞ്ഞാലേ, അല്ലെങ്കിൽ പുത്രദുഃഖം ഉണ്ടായാൽ മാത്രമേ ദ്രോണാചാര്യരെ കൊല്ലാൻ പറ്റൂ. സദ്ദാം ഹുസൈൻ്റെ മക്കളെ ഉദയേയും ഗുസയും കൊന്നതിന് ശേഷമാണ് സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റാനും സദ്ദാം ഹുസൈനെ പിടിക്കാനും അമേരിക്കൻ സേനയ്ക്ക് കഴിഞ്ഞെന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഉരുക്കുപോലെ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ പഠിച്ച പണി 18 നോക്കി പരാജയപ്പെടുത്തിയപ്പോൾ ഇനി മക്കളെ ആരോപണം ഉന്നയിച്ച് മക്കളെ തളർത്തി അദ്ദേഹത്തിനെ നേരിടാമെന്നാണെങ്കിൽ അങ്ങനെ ഒരു മുഖ്യമന്ത്രിക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളെയും പാർട്ടി എന്നുള്ള രീതിയിൽ എതിർക്കും. വീണ വിജയനെതിരെയുള്ള ആരോപണങ്ങൾ, വീണ വിജയന്റെ കമ്പനിയായിട്ടുള്ള ആരോപണങ്ങൾ, കേസും കാര്യങ്ങളായിട്ട് അവർ മുന്നോട്ട് പാർട്ടി യാതൊരു കാര്യത്തിലും ഇടപെടാറുമില്ല. അത് തന്നെയാണ് അതിന്റെ അവസ്ഥ. അതിനെ രണ്ടായിട്ട് തന്നെയാണ് കാണുന്നത്. അതിനകത്ത് യാതൊരു സംശയവും നല്ല അടിക്കാരനാണെന്ന് ആന്റി പറയാതെ, ആന്റിയുടെ അടി കണ്ടിട്ടുള്ള ഞങ്ങളൊന്ന് പറയട്ടെ, ആന്റി നല്ല അടിക്കാരനാണെന്ന്. താങ്കൾ തന്നെ പിണറായിക്കെതിരെ എന്ത് കാര്യം ഉണ്ടെങ്കിലും പിണറായിക്കെതിരെ 2 ചീത്ത വിളിച്ചില്ലേ MK ഹരിദാസിനെ ഉറക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം. അടിക്കാരൻ നല്ല തെറിവിളിക്കാരനാണ്, ഏറ്റവും നല്ല തെറിവിളിക്കാരനാണ്. പിണറായി വിജയനെതിരെ MK ഹരിദാസ് എന്നുള്ള കുറെ നാളുകൊണ്ട് ഞാൻ കണ്ടോണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അതിലല്ല തെറി ഒന്നാമത് തെറി എന്നുള്ളത് താങ്കളുടെ സംസ്കാരമായിരിക്കും, അത് എന്റെ സംസ്കാരമല്ല. ഞാനീ പറയുന്നത് ആന്റി നല്ല അടിക്കാരനാണെന്ന് ആന്റി തന്നെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത്? നമുക്കിപ്പോ പറഞ്ഞില്ലേ, ഇപ്പൊ കേട്ടറിഞ്ഞിടത്തോളം ഈ പിണറായി വിജയനോളം ഭീരുവായിട്ട് കേരളത്തിൽ ഒരു വ്യക്തിയും ജനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ കുറിച്ചിട്ട് ബെർലിൻ കുഞ്ഞനന്ദ നായർ എഴുതിയ പുസ്തകത്തിൽ ഒരു അധ്യായം തന്നെ ഉണ്ട് ഇദ്ദേഹത്തിന്റെ പേടിയെയും ഭീരുത്വത്തെയും കുറിച്ച് പറയുന്നു. ആ ആളെയാണ് താങ്കൾ ഒരു ചർച്ചയിൽ വന്നിരുന്നിട്ട് അങ്ങേര് എന്താ പറയേണ്ടത്, ഇരുമ്പാണ്, ഇരുമ്പിന്റെ മാനസികാവസ്ഥയാണെന്നൊക്കെ പറയുമ്പോൾ അത് ഞങ്ങൾ പറയേണ്ടതാണ്. തീർച്ചയായിട്ടും ഇദ്ദേഹം ശക്തനായ ഒരു മുഖ്യമന്ത്രിയാണെന്ന് 9 വർഷവും 4 മാസവുമായിട്ട് അദ്ദേഹത്തിന് പറയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ പറയുന്നേ താങ്കളുടെ സർട്ടിഫിക്കറ്റ് അതിനകത്ത് ആവശ്യമില്ല. ആവശ്യമില്ലാന്ന് എന്ത് വിഡിത്ത താങ്കൾ ഈ പറയുന്നത്? എന്റെ നികുതിപ്പണം ശമ്പളവും വാങ്ങിയിട്ട് 45 കാറിൽ സഞ്ചരിക്കുന്ന മുഖ്യമന്ത്രി വിലയിരുത്താൻ പറ്റിയാണ് താങ്കൾ പറയുന്നത്? എത്ര നേരം കൊണ്ട് താങ്കൾ വിവരക്കേട് എത്രയോ നാളുകളായിട്ട്. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ വസന്ത് തെങ്ങുംപള്ളി, MK ഹരിദാസ്, B ജയരാജ്, നന്ദി. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: വീണ വിജയനെതിരായ കുറ്റപത്രം രാഷ്ട്രീയ പ്രേരിതമോ? അതേ എന്ന് 19% പ്രേക്ഷകർ മാത്രം, അല്ല എന്ന് 79%. രണ്ടുപേരും അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.